സോ ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണോ? ഒരു മിനിറ്റ്. എന്ത് സാർ? ഒരു മിനിറ്റ്. സ്ക്രീൻ വിസിബിൾ ആണോ? ഒന്ന് നോക്കിയേ. ഒരു മിനിറ്റ്. സ്ക്രീനിൽ ഒന്നും വന്നിട്ടില്ല. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ. ഇപ്പൊ നമ്മള് ഞാൻ ജസ്റ്റ് PYQ പേപ്പർ ഒന്ന് എടുക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് 2020 PYQ ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ആ PYQ എടുക്കുക. അപ്പൊ ഞാൻ ആ കൊടുത്ത മെസ്സേജ് നിങ്ങൾ നോക്കുക. സോ ഇതാണ് നമ്മുടെ PYQ. സോ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഈ സെഷനിൽ കയറി എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു PYQ എന്ന് റെസ്പോണ്ട് ചെയ്ത്? യെസ്. അപ്പൊ ഞാൻ PYQ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ അതിന് പകരം ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ടായിരിക്കും ചെയ്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു മിനിറ്റ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ സമയത്ത് OMR മാർക്ക് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്ത ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ അനാലിസിസ്, അതായത് ആ ആൻസർ മാർക്ക് ചെയ്ത പേപ്പറിന്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ, തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയായോ തെറ്റായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നോ അല്ലെങ്കിൽ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നോ, ഡാറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ അധികം ടൈം ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനും അതിലെ കാര്യങ്ങളും പറയാൻ എടുക്കില്ല. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. നമ്മൾ ഈ മെസ്സേജിൽ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാ ഇയറിലും അറൗണ്ട് ഒരു 53 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങിലും വരാം. അപ്പൊ അതില് നമുക്ക് എല്ലാ ഇയറിനും ഒരു 40 to 45 ക്വസ്റ്റ്യൻസ്, എല്ലാ പേപ്പറിൽ നിന്നും നമുക്ക് 40 to 45 ക്വസ്റ്റ്യൻസ്, ആ 53 ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങിലൂടെ ചോദിക്കുന്ന ഒരു 40 മുതൽ 45 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ബാക്കി ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലെയും കോൺസെപ്റ്റ് ബാക്കിയും നമുക്ക് അറിയാൻ ശ്രമിക്കാം. പക്ഷെ ഈ 45 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ബൈ ഹാർട്ട് പഠിക്കലല്ല. അതായത് ഇന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ, അതല്ല, അതിലെ കോൺസെപ്റ്റ് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ റീസണിങ്ങിലും ആ 45 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാ. അതായത് അതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എല്ലാം നമ്മൾ ഒഴിവാക്കി. ഈസി ആയിട്ടും ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ അറിയൽ മാൻഡേറ്ററി ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ 25 ക്വസ്റ്റ്യൻസും പിന്നെ ലോജിക്കൽ റീസണിംഗിൽ 16 ക്വസ്റ്റ്യൻസും, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടാവും. അത് ആ ഒരു ഇതിപ്പോ നോക്കുമ്പോൾ 41 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽക്കാണ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് കൂടി എക്സ്ട്രാ ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് പറഞ്ഞാൽ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇനി തന്നെ ഞാൻ പറഞ്ഞു, പേപ്പർ എപ്പോഴും സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത്? റൗണ്ട് വൈസ് അപ്രോച്ച് എടുക്കണ്ടേ. സോ റൗണ്ട് വൈസ് അപ്രോച്ച് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ആ റൗണ്ട് 1 ക്വസ്റ്റ്യൻസ് ആണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതായിരിക്കും ഇനീഷ്യലി ഡിസ്കസ് ചെയ്തു പോവാ. ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കിട്ടണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമുക്ക് അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അല്ല ഓക്കെ ആണോ? സാർ, ഇപ്പൊ ഈ ലിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം? അത് നമ്മളിപ്പോ നോട്ട് അല്ല ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന, ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യനും ഒരു 30 സെക്കൻഡ്സ് മുതൽ 1 മിനിറ്റ് വരെ തരും. അപ്പം നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻസ് നമ്പറും ആ മെസ്സേജും ഒക്കെ കണ്ടല്ലോ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ആ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട, ഒരു മിനിറ്റ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഇൻഫോർമേഷൻ ഞാൻ പറഞ്ഞത്, ഒന്നെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, നിങ്ങളുടെ അനാലിസിസ് ഷീറ്റ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആണോ തെറ്റാണോ കിട്ടിയതെന്ന് മനസ്സിലാക്കുക. ഇനി ചെയ്യാൻ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത പേപ്പർ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പറഞ്ഞത്. അതിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായ ക്വസ്റ്റ്യൻ, ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റ് ആക്കിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഞാൻ എല്ലാ ക്വസ്റ്റ്യന്റെ മുമ്പും ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 30 സെക്കൻഡ്സ് മുതൽ 1 മിനിറ്റ് വരെ തരും.
അപ്പം നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ടൈം കൊടുക്കുക. നിങ്ങൾ ചെയ്തവരാണെങ്കിൽ, ചെയ്തിട്ട് ശരിയാക്കിയവരാണെങ്കിൽ, ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ തെറ്റിപ്പോയി, അപ്പം അങ്ങനത്തെ ഉള്ളവരാണെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കാനും ഒന്ന് സോൾവ് ചെയ്യാനും ഒരു 1 മിനിറ്റ് വരെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ്റെ മുമ്പിലും തരും. ഇനി അന്ന് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും എല്ലാവരും ചെയ്യുന്ന പ്രൊസീജിയർ എന്താ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, നിങ്ങൾ പോസിബിൾ ആവുകയാണെങ്കിൽ ചെയ്തു നോക്കുക. അതാണ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യന്റെ മുമ്പിലും ചെയ്യേണ്ടത്. ഓക്കെ, റെഡി ആവണോ? ക്ലിയർ ആണോ? പറഞ്ഞേ, ഫോൺ ചെയ്തേ, സ്റ്റാർട്ട് ഓക്കെ. ചെയ്യാം. അപ്പൊ നമുക്ക് നിങ്ങൾ കയ്യിൽ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇതിൽ കൊടുത്ത പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ടാണ് റൗണ്ട് 1 നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ അവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവിടെ പോസിബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ എക്സ്പ്ലനേഷൻ മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് അവിടെയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9 പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് പി, ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിച്ചു തരാം. ലെറ്റ് പി ക്യു ആർ ആൻഡ് എസ് ബി നാച്ചുറൽ നമ്പേഴ്സ് ആണ്, such that p minus 2016 is equal to q plus 2017, q plus 2017 is equal to r minus 2018 is equal to s plus 2019 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, which one of the following is the largest natural number? പി ക്യു ആർ എസിൽ ഏതാണ് ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ എന്നത് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ ഇതിൽ നമുക്ക് 1 to 8 നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഞാൻ വേർഷൻ എ അത് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. നമുക്ക് ഒരു 10 സെക്കൻഡ്സ് കൂടി ഞാൻ തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഉള്ളത് വെച്ചാൽ ഈ പി ക്യു ആർ എസിൽ ഏതായിരിക്കും ഏറ്റവും വലിയ നാച്ചുറൽ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇഫ് പോസിബിൾ നിങ്ങൾ ശരിയായവർ ഒരു യെസ് എന്നിടുമോ, ശരിയായവർ മാത്രം ഈ ഇതിലുള്ള എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളവർ മാത്രം ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെ യെസ്, ശരിയായവർ ആൻസർ വരുന്നത് ഇവിടെ ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ആൻസർ സി ആണ്, സി ആണ്. ഓക്കെ, സി കിട്ടിയവർ ജസ്റ്റ് ഒരു യെസ് ഇട്ടാൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് തന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ ഏതാണ് വലിയ നാച്ചുറൽ നമ്പർ എന്നായിരിക്കാം. ഒരു നമ്പർ എപ്പോഴാണ് വലുതാവുക? ഇവിടെ ഓക്കെ, പിയും ക്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പി എന്ന് 2016 സബ്ട്രാക്ട് ചെയ്യുമ്പോഴേ ക്യൂവിന്റെ കൂടെ 2017 ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, അതായത് ക്യൂവിന്റെ കൂടെ 2017 ഇത് ആവുന്നതിന് ഈക്വൽ ആവുന്നതിന് എന്ത് ആണ്, പി എന്ന് 2016 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം ആ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും ഗ്രേറ്റർ. പി എന്ന് 2016 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ക്യൂന്ന് 2017 ആഡ് ചെയ്തതിന് ഈക്വൽ ആവുക. ക്യൂ ചെറിയ നമ്പർ ആണെന്ന് മനസ്സിലായി. ക്യൂ കാരണം പിന്റെ അത്രയും ഈക്വൽ ആവണമെങ്കിൽ ക്യൂവിൽ നിന്ന് അത്രയും നമ്പർ ആഡ് ചെയ്യണം. പക്ഷെ പിന്റെ വെച്ച് നോക്കുമ്പോൾ എന്താ, ക്യൂവിന് ഈക്വൽ ആവണമെങ്കിൽ അത്രയും കുറച്ചാൽ മതി. അപ്പം പിനെയും ക്യൂവിനെയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ആണ് ഗ്രേറ്റർ. അത് ഓക്കെ ആണോ? ഓക്കെ, റെഡി ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഓക്കെ, ഇനി അവിടെ നോക്കട്ടെ, പിയും ക്യൂവും ആറും എസും നോക്കുമ്പോൾ ഒന്നുമില്ല. പിയും നമ്മൾ തന്ന 4 നമ്പേഴ്സ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ പിയും ക്യൂവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിയിൽ നിന്ന് 2016 കുറയ്ക്കുമ്പോഴാണ് ക്യൂവിന് ഈക്വൽ ആവുക. പക്ഷെ ക്യൂ പിക്ക് ഈക്വൽ ആവണമെങ്കിൽ 2017 ക്യൂവിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്താ, അങ്ങനെ നമ്മൾ മനസ്സിലാവും, ക്യൂവിന്റെ കൂടെ അത്രയും നമ്പർ ആഡ് ചെയ്യുമ്പോഴേ പിക്കിന് ഈക്വൽ ആവുള്ളൂ. അപ്പൊ എന്താ, ക്യൂ ഒരു ചെറിയ നമ്പറാണ്. പക്ഷെ പി ക്യൂക്ക് ഈക്വൽ ആവണമെങ്കിൽ എന്താ, പിന്റെ നിന്ന് അത്രയും വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ തന്നെ എന്ത് മനസ്സിലായി, പി ആണ് ഗ്രേറ്റർ ക്യൂവിനെക്കാടി. അതേപോലെ ഇനി നമുക്ക് ആറും എസും വെച്ച് നോക്കുമ്പോൾ എന്താ,
ആറ് എസിന് ഈക്വൽ ആവണമെങ്കിൽ ആറിൽ നിന്ന് 2018 കുറയ്ക്കണം. പക്ഷെ എസ് ആറിന് ഈക്വൽ ആണെങ്കിൽ 2019 ആഡ് ചെയ്യണം. അപ്പൊ എസ് ചെറിയൊരു നമ്പറാണ്, ആറാണ് ഗ്രേറ്റർ. അപ്പം ഇനി എന്താ, പിയും ആറും കമ്പയർ ചെയ്യുമ്പോൾ എന്താ, പിക്ക് ആറ് ഈക്വൽ ആണെങ്കിൽ ആറിൽ നിന്ന് 2018 സബ്ട്രാക്ട് ചെയ്യണം, പി എന്നാണ് 2016 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്താ, എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഏറ്റവും വലിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും ഏറ്റവും വലിയ ഗ്രേറ്റർ. അപ്പൊ എന്ത് പറയാൻ പറ്റും, ആർ വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ആ സാർ ലാസ്റ്റ് ലോജിക്ക് പറഞ്ഞത് ഒന്നും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പറയാമോ സാർ? ആറിനെയും എസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആറാണ് ഗ്രേറ്റർ. ഇനി നമുക്ക് എന്താ, ഇപ്പൊ നമുക്ക് ഇനി പിനെയും ആറിനെയും കമ്പയർ ചെയ്യുമ്പോൾ പിക്ക് ആറ് ഈക്വൽ ആവണമെങ്കിൽ എന്താണ്, പിന്ന് 2016 സബ്ട്രാക്ട് ചെയ്താൽ മതി. പക്ഷെ ആറ് പിക്ക് ഈക്വൽ ആണെങ്കിൽ ആറിൽ നിന്ന് 2018 സബ്ട്രാക്ട് ചെയ്യണം, ഗ്രേറ്റർ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അതിനർത്ഥം എന്താ, ആറാണ് പിന്നെക്കാളും ഗ്രേറ്റർ. ഏറ്റവും വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും എപ്പോഴും ഗ്രേറ്റർ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഇതൊരു ആ ലോജിക്കിൽ നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ചാപ്റ്റേഴ്സിൽ അധികം കോൺസെപ്റ്റ് വേണ്ട ചാപ്റ്റർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, റേഷ്യോസ് എന്ന ചാപ്റ്റർ നമ്മൾ സെഷൻസിൽ എടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് ചിലപ്പം ഈസി ക്വസ്റ്റ്യൻസിൽ റേഷ്യോന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ അതിന്റെ കോൺസെപ്റ്റ് ഇവിടെ പറയും, അതായത് റേഷ്യോന്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആവശ്യമായ കോൺസെപ്റ്റ് പറയും. കാരണം ചില ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. കാരണം നമ്മൾ അതിന് ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറച്ച് ഹയർ ലെവൽ കോൺസെപ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ അവിടെ പെൻഡിങ് വെക്കും. ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ മൊത്തം കവർ ചെയ്യുമ്പോൾ നമ്മൾ കവർ ചെയ്തോളും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, സി ആണ് ആൻസർ വരിക. ക്ലിയർ ആവുന്നുണ്ടോ? റെഡി ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന്. ഓക്കെ, പി മൈനസ് അല്ല, പി മൈനസ് 2016 = 0 എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പി മൈനസ് 2016 = Q എന്നേ പറഞ്ഞിട്ടുള്ളൂ. പി ഈക്വൽ 2016 എടുക്കാൻ പറ്റില്ല, 0 എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് എവിടെ കൊടുത്തിട്ടില്ല, പി മൈനസ് 2016 = Q, Q+27 അങ്ങനെയല്ലേ കൊടുത്തിട്ടില്ലേ, വേറെ 0 എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയോ? പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. 10 ശ്രദ്ധിക്കുക. 10ൽ പറഞ്ഞ കാര്യം നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഹൗ മെനി 5-digit പ്രൈം നമ്പേഴ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ഓൾ ദി ഡിജിറ്റ്സ് 1, 2, 3, 4, 5 വിത്തൗട്ട് റിപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ്. നമുക്ക് ഈ 5 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ടാക്കണം. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്, ഒരു 5-digit നമ്പർ ആയിരിക്കണം. ഇതിന് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു? കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നിട്ടെ, പെട്ടെന്ന് പെട്ടെന്ന്. കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 seconds to 30 seconds ഞാൻ തരാം. ഓക്കെ, 30 seconds ഓരോ ക്വസ്റ്റ്യന്റെ മുമ്പ് ഞാൻ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 1 minute കൂടി തരാം. ഓക്കെ, ട്രൈ ചെയ്യേണ്ടവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം അതിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ പറയുക, ആക്റ്റീവായിട്ട് നിൽക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു? പറഞ്ഞേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു? സാർ മനസ്സിലായിട്ടില്ലായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെച്ചാല്, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ 1,
2 3 4 5 ഈ 5 ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. പക്ഷെ അങ്ങനെ എത്ര പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള ഈ 5 പ്ലേസ് ഒരു 5 ഡിജിറ്റ് ഉപയോഗിച്ച് നമ്പേഴ്സ് ഉണ്ടാക്കുമ്പോൾ 5 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ഈ ഡിജിറ്റ്സ് ഈ 5 നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ 5 നമ്പേഴ്സും തന്നിട്ടുണ്ട്. അതായത് 5 നമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി എന്താ റിപ്പീറ്റേഷൻ വരില്ല. അതൊരു കാര്യം. പക്ഷെ നമുക്ക് ഉണ്ടാക്കുന്ന ഏതെങ്കിലും 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കിയാൽ പോരാ, ഒരു പ്രൈം നമ്പർ ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെ ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന 5 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാല് ഈ ക്വസ്റ്റ്യന്റെ ഒരു 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 നമ്മളെന്താ UPSC ഒരു ചില ഞാൻ അങ്ങനെ UPSC ഒരുപാട് ഹൈപ്പിൽ കൊണ്ടുപോകല്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് UPSC ഒരു ഭംഗിയുണ്ട് UPSC ക്രിയേറ്റ് ചെയ്യുന്നതിന്. UPSC അത് എത്രത്തോളം ബാക്കി ടെസ്റ്റ് സീരീസിന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി എലമെന്റ് വരാറില്ല UPSC. പക്ഷെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒന്നാമത് നമുക്ക് ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ അല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ ഡിഫിക്കൽട്ടാണ്. ഇവിടെ 5 ഡിജിറ്റ് നമ്പർ ആവണം. അത് വെറും 5 ഡിജിറ്റ് നമ്പർ ആയാൽ പോരാ, 5 ഡിജിറ്റ് നമ്പറും ആവണം, അതൊരു എന്തോ ആവണം, ഒരു പ്രൈം നമ്പറും ആവണം എന്നൊക്കെയുള്ള കണ്ടീഷൻ വെച്ചിട്ട് UPSC നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങളോട് 5 ഡിജിറ്റ് നമ്പേഴ്സിൽ പ്രൈം നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുമെന്ന്? അങ്ങനെ ഒന്നുമല്ല ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ഒരു ഭംഗി നിൽക്കുന്നത് വേറൊരു കാര്യത്തില്ല. ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കോ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം ഉപയോഗിക്കണം. പക്ഷെ ഇങ്ങനെ ഇതിന്റെ ആൻസർ വരുന്നത് 0 എന്നാണ്. ഒറ്റ പ്രൈം നമ്പർ പോലും ഈ പറഞ്ഞ കണ്ടീഷനിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ഒറ്റൊരു പ്രൈം നമ്പർ പോലും നമുക്ക് ഇവർ പറഞ്ഞ കണ്ടീഷനിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ എല്ലാ ഡിജിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ, എല്ലാ ഡിജിറ്റ്സ് വരുമ്പോൾ ഏതെങ്കിലും ഓർഡറിൽ 1 2 3 4 5 ഇങ്ങനെ ഏതെങ്കിലും ഓർഡറിൽ ഡിജിറ്റ്സ് വന്നു വിചാരിച്ചോ. ഈ ഡിജിറ്റുകളുടെ സം എടുത്ത് ഈ അത്ര ആളുകളെ വരിക 1 + 2 + 3 + 4 5 4 + 5 എന്ത് വരും? 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15. നമ്മൾ ഈ നമ്പേഴ്സിനെ ഏത് അറേഞ്ച്മെന്റിൽ വെച്ചാലും ഇവരുടെ ഏത് നമ്പേഴ്സ് ഉണ്ടാക്കിയാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 3 4 2 1 ഇങ്ങനെ ഒരു 5 ഡിജിറ്റ് നമ്പർ എടുത്താലും ഏത് രീതിയിൽ ഒരു നമ്പർ എടുത്താലും നമ്മൾ ആ ഡിജിറ്റുകളുടെ സം എടുക്കുമ്പോൾ 15 എന്നാണ് വരിക. അതുവരെ ഓക്കെ ആണോ? ഏത് രീതിയിൽ നമ്മൾ 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കിയാലും അവിടെ ഡിജിറ്റ്സുകളുടെ സം എടുത്താൽ അത് ഓക്കെ 15 ആണ്. 15 ആണ് വരിക. ആ നമ്മൾ 3 പറഞ്ഞ നമ്പറിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും നമ്പർ തന്നിട്ട് അത് 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ 979 എന്ന നമ്പർ തന്നിട്ട്, 97 വേണ്ട, ഒരു ഉണ്ട്, ഓക്കെ, 960 എന്നൊരു നമ്പർ തന്നു. എന്നിട്ട് ഈ നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ, 3ന്റെ ഒരു പ്രോപ്പർട്ടി എന്താ വെച്ചാൽ 960 പറഞ്ഞ നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ആ നമ്പറിന്റെ സമ്മു ഡിജിറ്റുകളുടെ സം എടുക്കുക. 9 + 6 + 0 എന്താ 15 ആണ്. 50. സം 3നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്താ ഈ ഒറിജിനൽ നമ്പർ എന്തായിരിക്കും? 3നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ അതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനത്തെ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്താലും ഡിജിറ്റുകളുടെ സം എന്തായിരിക്കും? 15 ആണ് വരിക. കാരണം ഈ എല്ലാ ഓക്കെ. നമ്പേഴ്സും യൂസ് ചെയ്യണം, റിപ്പിറ്റേഷനും പാടില്ല, 5 ഡിജിറ്റ് നമ്പറും ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ എടുത്താലും ഡിജിറ്റുകളുടെ സം 15 വരും. അങ്ങനെയാണ് ഇതിനർത്ഥം. എന്താ? ഏത് നമ്പർ ക്രിയേറ്റ് ചെയ്താലും അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് എന്താവും? 3 ഉണ്ടാവും. 3 ഒരു ഫാക്ടർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? പ്രൈം നമ്പർ ആവില്ല. അങ്ങനെ ഒരു പ്രൈം നമ്പർ പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സാർ ഇത് സാധാരണ ഒരു അറേഞ്ച്മെന്റ് ആണെങ്കിലോ മറ്റേ പെർമ്യൂട്ടേഷനും ഇത് ചെയ്യുന്ന പോലെ 5 ഫാക്ട് മറ്റേ 5 ഫാക്ട് 5 × 4 × 3 × അല്ല, നമുക്ക് അത് എത്ര നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഇമ്പോർട്ടൻസ്. നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാലും അതൊന്നും ഇവിടെ ഇവിടെ ഈ പ്രോപ്പർട്ടി ഉണ്ട്. എത്ര നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യണം. പക്ഷെ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് എത്ര നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലല്ല. അപ്പം അപ്പൊ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതിയോ? അല്ല, നമുക്ക് ഇതില് ഇത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ ഫോക്കസ് എവിടെയാ പോകേണ്ടത്? ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ്. പെർമ്യൂട്ടേഷൻ സാർ കോമ്പിനേഷന്റെ ഇപ്പം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത്, ഞാൻ അത് എടുക്കാതിരിക്കുന്ന കാരണം വെച്ചാൽ എന്താ, ഇവിടെ ഇതിനെക്കാളും പ്രോപ്പർട്ടി കുറച്ചുകൂടി ഹയർ ആയി നിൽക്കുന്നത് എന്തിനാണ്? നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? പ്രൈം നമ്പേഴ്സ് ഫോം ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മള് ഇത് മനസ്സിലാക്കേണ്ടത്, ചിലത് ഞാൻ പറഞ്ഞത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ ഒരു ബാനറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് എപ്പോഴും അതിലെ ആ പ്രോപ്പർട്ടി ഒന്നും വേണ്ടി വരില്ല.
കാരണം കാരണം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും യു പി എസ് സി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഇപ്പൊ എത്ര നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നും അല്ല യു പി എസ് സി. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയോ? കാരണം ഇങ്ങനെ ഒരു പ്രൈം നമ്പർ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് എങ്ങനെ വന്നാലും 3 ഒരു ഫാക്ടർ ആയിരിക്കും. 3 ഒരു ഫാക്ടർ ആയ പ്രൈം നമ്പർ ആവില്ല. അത് അറിയുമെന്നാണ് യു പി എസ് സി നോക്കുന്നത്. ഒന്നുമില്ല. 3യുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇവിടെ 5 ഡിജിറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നമ്പർ നമ്മൾ നമുക്ക് 5 നമ്പേഴ്സ് വന്നിട്ട് 5 ഡിജിറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞു. അപ്പം ഈ തന്ന നമ്പേഴ്സ് എല്ലാം ഉണ്ടാവും. അതിന്റെ പല കോമ്പിനേഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ 5 3 4 2 1 ഒരു നമ്പറാണ്. 1 2 3 4 5 ഒരു 5 ഡിജിറ്റ് നമ്പറാണ്. നമ്മൾ എങ്ങനെ ഈ 5 നമ്പേഴ്സ് വെച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്താലും ഡിജിറ്റുകളുടെ സം എന്തായിരിക്കും? 15 ആയിരിക്കും. 15 ഡിജിറ്റുകൾ സം വന്നു കഴിഞ്ഞാൽ അത് 3 ആ നമ്പറിന്റെ ഒരു ഫാക്ടർ 3 ആയിരിക്കും. ഫാക്ടർ 3 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു പ്രൈം നമ്പർ ആവില്ല. നമുക്ക് അതായത് ഇതിന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ഒരു പ്രൈം നമ്പർ പോലും ഫോം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സാർ സീറോ ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചാൽ മതിയോ സാർ? ഇപ്പൊ ഈ 5 നമ്പർ തരുന്നെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയാലും അല്ല മതിയോ? അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല അങ്ങനെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ വന്നു, അപ്പൊ ഇതിൽ ഇങ്ങനെയാണ്. നമുക്ക് ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 3യുടെ പ്രോപ്പർട്ടി പഠിക്കുക. 3യുടെ പ്രോപ്പർട്ടി എന്നാൽ നമുക്ക് എന്താ ഒരു നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആവണോ ചെക്ക് ചെയ്യാൻ വേണ്ടി അത് അതിന് അത് ഡിജിറ്റുകൾ സാർ സം ഞാൻ വരും. പറഞ്ഞത് കണ്ടീഷൻ സാർ ഇപ്പൊ ഇങ്ങനെ ഒരു അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയപ്പോഴല്ലേ 15 കിട്ടിയത്. ആ അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാനേ പോകുന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷെ ഈ നമ്മൾ ഇങ്ങനെ വേറൊരു കൈൻഡ് ഓഫ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ. അല്ലേ 15 അല്ല, ഇവിടെ എന്ത് സംഭവം വരാം. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ 15 സംഭവം വരുള്ളൂ. കാരണം എന്താ? ഈ 5 നമ്പേഴ്സിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ 3യുടെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഏത് ഇപ്പം നമുക്ക് ഡിജിറ്റുകൾ സം എടുത്തിട്ട് ഇപ്പം എന്ത് വന്നാലും അത് 3നെ കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഒറിജിനൽ നമ്പർ ഡിവിസിബിൾ ആവുന്നതാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ വരികയാണെങ്കിൽ 7 ഓക്കെ. ഈ നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിജിറ്റുകളുടെ സം എടുക്കുക. 7 + 7 + 7 എന്താ? 21. 21 എന്ന സംഭവം 3നെ കൊണ്ട് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ എന്താണ്? 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് എന്താ? ഈ 777 എന്ന നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 777 തന്നു, അത് 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിജിറ്റുകളുടെ സം എടുത്തു, 21 കിട്ടി. 21 3നെ കൊണ്ട് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ ദി ഒറിജിനൽ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ ഇതാണ്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനത്തെ കോമ്പിനേഷൻസ് എടുത്താലും 15 എന്നാണ് സം കിട്ടുക. 15 സം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് 3 ഉണ്ടാവും. അപ്പൊ ഇത് പ്രൈം നമ്പർ ആവില്ല. ഓക്കെ ആവുന്നുണ്ടോ? ഇത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും നമ്മൾ നമ്പർ സിസ്റ്റം ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് ഡിസ്കസ് ചെയ്തു, അത്രേ ഉള്ളൂ. ക്ലിയർ? റെഡി ആണോ? പറഞ്ഞേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് കവർ ചെയ്യാനുള്ളത് 11 ആണ്. 11 നോക്കിയേ. 11, ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. 11ൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു അത് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്. എക്സ്, 1x, 5x, xx, നമുക്ക് ആ ഇൻഡുവിന് ഒരു എക്സ് എന്ന് വിളിക്കാം. എക്സ് ഉണ്ട്, 1x ഉണ്ട്, 5x ഉണ്ട്, xx ഉണ്ട്, x1 ഉണ്ട്. അത്രയും കാര്യം സം ചെയ്യുമ്പോൾ 1xx എന്നാ കിട്ടുക. നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് എഴുതി നോക്കിയാൽ നമ്മൾ ഒരു കാര്യം സം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എന്താ 30, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം സം ചെയ്യാനുള്ളത് 34 + 55 + 65 അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? താഴത്തോട്ടല്ല അറേഞ്ച്മെന്റ് എഴുതുക. അതേപോലെ ഞാൻ ആ ഇൻഡു മാർക്കിന്റെ അവിടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. സോ എക്സ് പ്ലസ് പിന്നെന്താ 1x ഉണ്ടാവും, അതേപോലെ 5x ഉണ്ടാവും, അതേപോലെ xx ഉണ്ടാവും, പിന്നെന്താ x1 ഉണ്ട്. ഇത്രയും കാര്യം സം ചെയ്യുമ്പോൾ 1xx എന്നാ കിട്ടുക. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 4x പിന്നെ 1, 4 വട്ടം എക്സും 1. അപ്പൊ അതെന്താ? 4x, 4 വട്ടം എക്സ് ആഡ് ചെയ്യുന്ന വരെ 4 × x എഴുതാം. 4x + 1 = x എന്നാണ്. 4x + 1 = x എന്ന് കിട്ടുന്നുണ്ട്. ഈ 4 വട്ടം എക്സ് ആഡ് ചെയ്ത് അതിലൂടെ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ എക്സ് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നോക്കുക. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഞാൻ എക്സിന് ഒരു വാല്യൂ കൊടുത്ത് അതിനോട് 1 കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് തന്നെ ആൻസർ കിട്ടണം. അപ്പൊ ഞാൻ എന്താ? 4 × 1 = 1 + 1 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എനിക്ക്
1 തന്നെ ആൻസർ കിട്ടണം. പക്ഷെ ഇവിടെ എന്താ 2 ആൻസർ കിട്ടും. അപ്പോൾ ഇത് പോസിബിൾ അല്ല. 4 × 2 + 1 = എനിക്ക് എന്താ 8 + 1 9 എന്ന് കിട്ടുക. എനിക്ക് 2 തന്നെ കിട്ടണം. അത് പോസിബിൾ അല്ല. അങ്ങനെ 4 × 3 + 1 = എനിക്ക് എന്ത് കിട്ടണം? 12 + 1 13. 3യിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓക്കെയാണ്. അതേപോലെ 4 × 4, അപ്പോൾ ഞാൻ ഒരു പേര് കിട്ടി. 4 × 4 + 1 എന്താണ് ഇവിടെ 16 17 വരും. ഇത് ഓക്കെ അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. 4 × 5 + 1 എന്താ 20 21 വരും. ഇത് ഓക്കെ അല്ല. 4 × 6 + 1 24 25 വരും. ഓക്കെ അല്ല. 4 × 7 28 വരും. 28 + 1 29 ഓക്കെ അല്ല. 4 × 8 + 1 32 33 വരും. ഓക്കെ അല്ല. 4 × 9 + 1 എന്താ ഇവിടെ 36 വരും. 37 ഓക്കെ അല്ല. ആകെ ഓക്കെ ആവുന്ന ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന എന്താ അവിടെ എക്സിന്റെ വാല്യൂ 3 വരും വേണം. അപ്പൊ അത് അർത്ഥം എന്താ? എക്സിന്റെ വാല്യൂ 3 വരുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാം എന്തായിരിക്കും? എല്ലാം 3 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ 3 ആണ് വരിക. ഓപ്ഷൻ ബി. സാർ ഇങ്ങനെ സാർ ഈ 4 × 3 4 × 5 + 1 വരുമ്പോ അവിടെ 1 ആയിട്ട് എടുക്കാൻ അങ്ങനെ ഇല്ലില്ല. 4 × 5 + 1 എന്താ വരിക? 21 എന്നല്ലേ വരിക. എനിക്ക് 5 തന്നെ കിട്ടണം. 5ൽ തന്നെ ലാസ്റ്റ് ചെയ്യണം. 4 × 3 ഓക്കെ. 4 × 3 + 1 എന്താ 12 + 1 13 തന്നെ എൻഡ് ചെയ്തു. 3 3 ഓക്കെ. 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 ഒന്നുമില്ല, നമുക്ക് ആ പ്ലേസിൽ വരാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പർ തന്നെ കിട്ടണം. ഓക്കെ, ഓപ്ഷൻസ് വെച്ച് ചെയ്യാം. പക്ഷെ ഞാൻ അതിന്റെ വേറൊരു സൈഡ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ വേറൊരു സൈഡ് എന്താന്നുള്ളത് ഞാൻ ഓപ്ഷൻസ് വെച്ച് ചെയ്യാം. പക്ഷെ ഓപ്ഷൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ 4 ഓപ്ഷൻസും അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് ബുദ്ധിമുട്ട്. ഓക്കെ, നമുക്കൊരു ഓപ്ഷനെ പോലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. 4 ഓപ്ഷൻസും സം ചെയ്ത് നോക്കുമ്പോൾ അത്രയും ടൈം എടുക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? ഇനി അടുത്ത ഇതില് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും 13 ആണ്. 13 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? 13th ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ? 13. ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. 14 18 20 24 30 32 ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്ന സീക്വൻസ് എങ്ങോട്ട് പോകും? ഒരു പ്രൈം നമ്പേഴ്സിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഈ 32 കഴിഞ്ഞിട്ട് അടുത്ത മെമ്പർ ആരായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ സത്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ കുറച്ച് UPSC ഒക്കെ നമുക്ക് എന്താ നമുക്കൊരു ബോണസ് പോയിന്റ് എന്ന രീതിയിൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ആവരുത്. നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. കാരണം അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ത് ചെയ്യാം, UPSC വേണമെങ്കിൽ എന്താ ഇതിൽ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സിലേക്ക് വരും എന്നൊന്നും UPSC പറയേണ്ട ആവശ്യമില്ല. UPSC വേറെ എന്ത് ചെയ്യാം, 14 18 20 24 30 32 തന്നിട്ട് അടുത്ത ടേം എന്താന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ UPSC എന്താ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതൊരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിനൊരു പ്രൈം നമ്പേഴ്സിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 32 കഴിഞ്ഞിട്ട് ഒറിജിനൽ സീക്വൻസിൽ എന്തായിരിക്കും മെമ്പർ വരിക എന്നൊക്കെ UPSC പറഞ്ഞത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്താ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻസിൽ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. ഇത് രണ്ടും സിമ്പിൾ അല്ല. ഇത് സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കാറ് അഡീഷനും സബ്ട്രാക്ഷനും ആണ്. അപ്പം അതിൽ ഏതൊരു ഓപ്പറേഷൻ ആണ് ഈ സീക്വൻസിന്റെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ നമുക്ക് തന്ന സീക്വൻസിന് നിയർ ബൈ ആയിട്ടുള്ള പ്രൈം നമ്പർ സീക്വൻസ് ഒന്ന് എഴുതി നോക്കുക. 14 അടുത്ത് വരുന്ന പ്രൈം നമ്പർ എന്താ? 13. അടുത്ത പ്രൈം നമ്പർ 17 വരും, പിന്നെ 19 വരും, പിന്നെ 23 വരും, പിന്നെ 29 വരും, പിന്നെ 31 വരും. ഇത് അവർ തന്ന സീക്വൻസ്, ഇത് പ്രൈം സീക്വൻസ്, പ്രൈം നമ്പർ സീക്വൻസ്. ഇനി ഈ രണ്ട് സീക്വൻസിലും കറസ്പോണ്ടിങ് ടേംസ് ഒന്ന് കമ്പയർ ചെയ്തേ. 14 ആണ് അവർ തന്നത്, ശരിക്കും ഇത് 13 ആണ്. എന്താ -1 റിലേഷൻ ആണ്. പിന്നെന്താ
ശരിക്കത് 18 ആണ്. അവർ വന്നത് നമുക്ക് എന്താ പ്രൈം നമ്പർ എന്താ -1 ആണ്. ഇവിടെയും -1 ആണ്, -1 ആണ്, -1 ആണ്, -1 ആണ്. ഇനി അടുത്ത പ്രൈം നമ്പർ എന്തായിരിക്കും? 37 ആണ്. ശരിക്കും നമ്മുടെ സീക്വൻസിൽ പ്രൈം നമ്പർ 37 ആണ്. അപ്പൊ ശരിക്കും അവർ ചോദിച്ചത് എന്താ? പ്രൈം നമ്പർ സീക്വൻസിലെ മെമ്പറിനെ അല്ല, അവരുടെ സീക്വൻസിലെ മെമ്പറാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് -1 റിലേഷനാണ്. അപ്പൊ തിരിച്ച് അങ്ങോട്ട് എന്തായിരിക്കും? +1 റിലേഷൻ ആയിരിക്കും. ഇവിടെ എന്താ? 38 ആണ് വരിക. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. പക്ഷെ സാർ ഈ സീക്വൻസിന് ഒരു പാറ്റേൺ ഇല്ലേ? ആ പാറ്റേൺ വെച്ച് പിടിച്ചൂടെ? പാറ്റേൺ വെച്ച് പിടിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ ആ പറഞ്ഞ കോൺസെപ്റ്റിൽ എങ്ങനെയാ, കാരണം പ്രൈം നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊടുത്തേ. അപ്പൊ അതിനെ ഏഹ്, ഒന്നുകൂടി അതിന്റെ റീസൺ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ അല്ല, മാക്സിമം ഇപ്പൊ ഇവര് 14+4=18, 18+2=20, 20+4. ആ പക്ഷെ ഏഹ്, നമുക്ക് അതിനെക്കാളും ഇവിടെ വാലിഡ് ആയിട്ടുള്ള കാര്യം എന്താ? ഇവര് പറഞ്ഞ റീസൺ ആണ്. കാരണം ഇവര് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും അപ്പൊ നമ്മള് മറ്റെന്താ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് പോകുന്ന പോലെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ആ കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അതിന് എക്സാക്ട് ആയിട്ടുള്ള അല്ല എക്സ്പ്ലനേഷൻ പറഞ്ഞത്. സാർ, ആ ടൈം ലിമിറ്റിൽ ഈ പ്രൈം നമ്പേഴ്സ് എന്നുള്ളത് വായിക്കാൻ വിട്ടുപോയി അത്. ആ അതാണ് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ 40 to 45 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ എക്സാക്ട് മെത്തേഡും കാര്യങ്ങളും വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. കാരണം അവിടെയും നമ്മൾ എങ്ങനെയെങ്കിലും എത്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. എക്സാക്ട് എന്താണ് ചെയ്യേണ്ടി വരിക എന്നതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതിലൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി അവർ തന്ന സീക്വൻസും നമ്മുടെ ആ സീക്വൻസിന് അടുത്ത് കിടക്കുന്ന പ്രൈം നമ്പർ സീക്വൻസ് എഴുതി. അപ്പൊ റിലേഷൻ മനസ്സിലായി. ഇനി നമ്മുടെ അവസാനം നമുക്ക് കിട്ടുന്ന 37 ആണ് പ്രൈം നമ്പറിൽ വരുന്നത്. പക്ഷെ നമുക്ക് ആ നമ്പറിനെ അല്ല വേണ്ടത്. അതിന് പകരം പ്രൈം നമ്പറിൽ വരുന്ന ആളെ വേണ്ടത്. എന്താ തിരിച്ച് അവർ തന്ന സീക്വൻസിൽ നിന്ന് പ്രൈം നമ്പറിലേക്ക് എത്താൻ -1 ആണ് ചെയ്തത്. ഈ നമ്മളെ സീക്വൻസിൽ നിന്ന് അവർ തന്ന സീക്വൻസിലേക്ക് എത്താൻ എന്തായിരിക്കും? തിരിച്ച് ചെയ്യുമ്പോൾ +1 ആയിരിക്കും. അപ്പൊ എന്താ 38 വരും. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. അടുത്തത് നമുക്കുള്ളത് 15 ആണ്. 15 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 15 നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതൊന്നുമില്ല, നമ്മൾ തന്ന സീക്വൻസിലെ മെമ്പേഴ്സിനെ ഒന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 20 മെമ്പേഴ്സ് വരും. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് ആക്കുമ്പോൾ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് വരും, ഇത് സെക്കൻഡ് ഗ്രൂപ്പ് വരും, ഇത് തേർഡ് ഗ്രൂപ്പ് വരും. ഫസ്റ്റ് ഗ്രൂപ്പ് ഒന്ന് എഴുതാം. എ ബി ബ്ലാങ്ക് സ്പേസ്, ബി ബ്ലാങ്ക് സ്പേസ്, BCB. തേർഡ് ഗ്രൂപ്പ് ബ്ലാങ്ക് സ്പേസ് DC എന്ന് വരും. ഫോർത്ത് ഗ്രൂപ്പ് DE ബ്ലാങ്ക് സ്പേസ് D എന്ന് വരും. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്. ഒബ്സർവ് ചെയ്യാം. ഇവിടെ നോക്കിയാ എല്ലാ ഗ്രൂപ്പും എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്, ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എന്ത് പറയാൻ പറ്റും? വേണമെങ്കിൽ തേർഡ് ഗ്രൂപ്പ് സിയിൽ സ്റ്റാർട്ട് ചെയ്യാം. സിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തേർഡ് ബ്ലാങ്ക് സ്പേസിൽ സി വരണം. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ സി ആന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ സി ആണെങ്കിൽ CD CDC എന്ന് വന്നു. ഇനി നമുക്ക് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി കിട്ടി. ആ ഗ്രൂപ്പിനെ CD CDC ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഫസ്റ്റ് മെമ്പർ, സെക്കൻഡ് മെമ്പർ, തേർഡ് മെമ്പർ, ഫോർത്ത് മെമ്പർ, ഫിഫ്ത്ത് മെമ്പർ 1 3 5 പ്ലേസിൽ വരുന്ന എന്താ? സി ആണ്. 2ഉം 4ഉം പ്ലേസിൽ വരുന്ന എന്താ? ഡി ആണ്. അപ്പൊ അതേപോലെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എ ബി ബ്ലാങ്ക് സ്പേസ്, അതിൽ ഫസ്റ്റ് മെമ്പർ, സെക്കൻഡ് മെമ്പർ, തേർഡ് മെമ്പർ, ഫോർത്ത് മെമ്പർ, ഫിഫ്ത്ത് മെമ്പർ 1 3 5 പ്ലേസിൽ എന്ത് വരണം? എ വരണം. 2ഉം 4ഉം ബി വരണം. അപ്പൊ എന്താ? ഇവിടെ എ ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് മെമ്പർ എ ആണെന്ന് കിട്ടി. അതേപോലെ ഇവിടെ എന്തായിരിക്കണം? സി ആയിരിക്കണം. സോ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്തു. ഇവിടെ സി വരണം. അപ്പൊ എന്താ? ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ആദ്യം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ കൗണ്ട് ചെയ്തു, പിന്നെ അവരെ ഡിവൈഡ് ചെയ്തു. 5
20 ആയതുകൊണ്ട് 5 × 4 എന്ന് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിന് 5 മെമ്പേഴ്സ് ഉള്ള 4 ഗ്രൂപ്പിന് എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. നമുക്ക് എന്തായി? എ ബി സി ബി സി ബി, സി ഡി സി, ഡി ഇ ഡി എന്നാണ് പാറ്റേൺ വരിക. നമ്മൾ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫില്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഫില്ല് ചെയ്യലല്ല നമ്മൾ ഒബ്ജക്റ്റീവ്. ഒരു പാറ്റേണോടുകൂടി ഫില്ല് ചെയ്യാൻ പറ്റണം. അവിടെ ഒരു പാറ്റേൺ ഉണ്ടാവണം. ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞേ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത് നമുക്ക് ഈസി ആയിട്ടുള്ളത് 17th ക്വസ്റ്റ്യൻ ആണ്. 17. ഓക്കെ, 17 നോക്കി. 17 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? 17 റെസ്പോണ്ട് ചെയ്തേ. യെസ് ഓർ നോ? 17 ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ കാരണം ഇത് ഒത്തിരി, ഈവൻ ദോ ഡാറ്റ സഫിഷ്യൻസി ആണെങ്കിലും ഒത്തിരി ലെങ്ത് ഉള്ളതല്ല, അത്യാവശ്യം ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഡാറ്റ സഫിഷ്യൻസി ആയിട്ട് ക്വസ്റ്റ്യൻസിൽ എന്താ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടാവും, പിന്നെ സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 ഉണ്ടാവും. എന്നിട്ട് ഇവർ പറയും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിച്ചോ, നമ്മൾ ആദ്യം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ് 1 ഇൻഡിവിജ്വലി ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1 കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്ത ഇൻഫർമേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അത് പറ്റുന്നില്ലെങ്കിൽ 1 only എന്നുള്ള ഓപ്ഷൻ തെറ്റായിരിക്കും. പിന്നെന്താ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് 2 കൊടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ട് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ എന്താ, 2 only എന്നുള്ള, അതുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ 2 only എന്നുള്ള ഓപ്ഷൻ തെറ്റായിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1 ഇൻഫർമേഷനും 2 ഇൻഫർമേഷനും കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പം അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ബോത്ത് 1 and 2 എന്നുള്ളത് കറക്റ്റ് ആവും. അങ്ങനെയും പറ്റാത്തപ്പോഴായിരിക്കും എന്താണ്, നമുക്ക് neither 1 nor 2, സ്റ്റേറ്റ്മെന്റ് 1 ഇൻഫർമേഷനും 2 ഇൻഫർമേഷനും കമ്പൈൻ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പറ്റുന്നില്ല. അപ്പോഴാണ് neither 1 എന്നുള്ളത്, neither 1 nor 2 എന്നുള്ള ഓപ്ഷൻ ആൻസർ വരിക. ഇനി ചില സിറ്റുവേഷനിൽ ഐദർ ആൻസർ വരും. ഐദർ എപ്പോൾ ആൻസർ വരിക, ഈ ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റേറ്റ്മെന്റ് 1 വെച്ച് സോൾവ് ചെയ്യാൻ പറ്റിയപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഞാൻ 2 വെച്ച് നോക്കിയപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലും എനിക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് ഐദർ 1 or 2 എന്ന് വരിക. ഓക്കെ, ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്ത കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ കൊടുത്തത് ആർ ദർ മോർ ദാൻ 100 ഫിഗേഴ്സ് ഇൻ ദാറ്റ് ബുക്ക്. ഒരു ബുക്കിൽ 100 ഫിഗറിന്റെ മുകളിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 100 ഫിഗറിന്റെ മുകളിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്തുള്ള ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് there are not more than 2 figures on any page of 51 page book. ആ ഒന്നാമത്തെ ഇൻഫർമേഷനിൽ മനസ്സിലാവുന്ന ആ ബുക്കിൽ 51 പേജ് ഉണ്ടെന്ന് മനസ്സിലായി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 51 പേജിലും ഒരു പേജിൽ പോലും എന്താണ്, 2-ൽ കൂടുതൽ ഫിഗർ ഇല്ല. അപ്പൊ 2-ൽ കൂടുതൽ ഫിഗർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ദർ ആർ നോട്ട് മോർ ദാൻ, അപ്പോൾ ഒരു പേജിൽ പോലും 2-ൽ കൂടുതൽ ഫിഗർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മാക്സിമം 2 ഫിഗർ വരുന്ന പേജസ് ഉണ്ടാവാം, ഇനി 0 ഫിഗർ വരുന്ന പേജസ് ഉണ്ടാവാം, 1 ഫിഗർ വരുന്ന പേജസ് ഉണ്ടാവാം. അതാണ് കണ്ടീഷൻ. ഇതാണ് ഇത്രയും ഇൻഫർമേഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് 1 തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞു തരുന്ന കാര്യം എന്താ, ഈ ബുക്കിൽ 51 പേജസ് ഉണ്ട്, പിന്നെന്താ മാക്സിമം പോകുന്നത് എന്താ, 2 ഫിഗർ വരെയാണ്. അപ്പൊ അതിനർത്ഥം എന്താ, 0 ഫിഗറുള്ള പേജ് ഉണ്ടാവാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, 1 ഫിഗറുള്ള പേജ് ഉണ്ടാവാം, 2 ഫിഗർ വരെ പോകാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെച്ചാല് there is at least 1 figure on every pages. ഒരു ഫിഗർ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഒരു ഫിഗർ എന്തായാലും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവര് പറഞ്ഞ അനുസരിച്ച് എന്താ, ഇവിടെ എന്താ, ഈ 2 ഇൻഫർമേഷൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ഈ ബുക്കിൽ
51 ഫിഗർ ഉറപ്പാ. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് എന്താ 100 ഫിഗർ ഉണ്ടാവും എന്ന് പ്രൂവ് ചെയ്യണ്ട, 100 ഫിഗർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ 51 ഫിഗർ ഉണ്ടാവുന്ന മനസ്സിലായി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാല് പക്ഷെ ഇവിടെ എന്താ ആർ ദേർ, പക്ഷെ ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒന്ന് മനസ്സിലായി എന്താ എന്തായാലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കുമ്പോൾ 51 പേജ്, ഒന്നാമത്തെ ഇതിൽ 51 പേജ് ഉണ്ടെന്ന് മനസ്സിലായി, രണ്ടാമത്തതിന്റെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 51 ഫിഗർ ഉറപ്പുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ചില പേജസിൽ എന്താ മാക്സിമം 2 ഫിഗർ വരെ പോകാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു ഇതിലൊരു 30 പേജിൽ എങ്കിലും 2 ഫിഗറോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 51 പേജ് ബുക്കിൽ 40 പേജിലും 2 ഫിഗർ വെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും, ഇത് മൊത്തം എടുക്കുമ്പോൾ 100ന് മേലെ പോവാം. പക്ഷെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് എന്താ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുമ്പോഴും കിട്ടുന്നില്ല. നമുക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടി, പക്ഷെ ഒരു ക്ലാരിറ്റി അവിടെ കിട്ടുന്നില്ല. 100ന്റെ മുകളിൽ പോവോ എന്നുള്ളതിന് ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ എന്ത് വരുന്നത്, സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ ആർ നോട്ട് സഫീഷ്യന്റ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻ. സി ആൻസർ വരുന്നത്. ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ പറയൂ, എനിക്ക് എന്തോ ഒരു ക്ലിയർ ആയിട്ടില്ല. ഒന്നുമില്ല, ഇതിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1ൽ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്, ഇവിടെ 51 പേജുള്ള ബുക്കാണെന്ന് മനസ്സിലായി. മാക്സിമം ഫിഗർ വരാൻ പറ്റുന്നത് 2 ഫിഗർ ആണ്. പക്ഷെ ഫിഗർ ഇല്ലാത്ത പേജ് ഉണ്ടാവാം, ഒരു ഫിഗറുള്ള പേജ് ഉണ്ടാവാം എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നുണ്ട് എല്ലാ പേജിലും ഒരു ഫിഗർ എങ്കിലും ഉണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റും ഇൻഡിവിജ്വലി നോക്കുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ എന്താ, കമ്പൈൻ ചെയ്ത് വായിക്കുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, 51 പേജസ് ഉള്ള ബുക്കിൽ ഓരോ പേജിൽ ഓരോ ഫിഗർ ഉണ്ടാകുമ്പോൾ 51 ഫിഗർ ഉണ്ടാവും എന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് എന്ത് ക്ലാരിറ്റി കിട്ടുന്നില്ല, ഇനി 2 ഫിഗറുള്ള പേജ് ഉണ്ടോ, 2 ഫിഗറുള്ള പേജ് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കൂടി കിട്ടിയാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഈ ബുക്കിൽ 100 ഫിഗറിന്റെ മുകളിൽ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ക്ലാരിറ്റി ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ഇൻഫർമേഷനും കമ്പൈൻ ചെയ്യുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നോട്ട് സഫീഷ്യന്റ് എന്ന ആൻസർ വരുന്നത്. സോ സി വരുന്നത്. ഇപ്പൊ ഓക്കെ ആണോ? ക്ലാരിറ്റി വന്നു. ഓക്കെ. അടുത്തത് നമുക്ക് 28th ക്വസ്റ്റ്യൻ ആണ്. 28th ക്വസ്റ്റ്യൻ. ഓക്കെ, 28th ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? യെസ് ഓർ നോ എന്ന് പറഞ്ഞേ. അതും ഒരു ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡാറ്റ സഫിഷ്യൻസി നമ്മൾ സത്യം പറഞ്ഞാല് അതിൽ കുറച്ച് കോൺസെപ്റ്റേ ഉള്ളൂ, പക്ഷെ അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും ഈസിയാണ്. ഓക്കെ, ഒരിക്കലും അത് കൂടുതൽ ആളുകളും സ്കിപ്പ് എന്നാണ് പറയുന്നത്, സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും. അതൊക്കെ നമുക്ക് അതിലൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ വെച്ചാല് നമുക്ക് അതിന്റെ ഒരു കോർ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈസി ആയിട്ട് തെറ്റുകയും ചെയ്യും. അതായത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമാണ്, വെറുതെ നെഗറ്റീവ് മാർക്സ് ഉണ്ടാക്കാനും എളുപ്പമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ആ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം എന്നുള്ള സൈഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനും നമ്മൾ അറ്റംപ്റ്റ് ഇൻക്രീസ് ചെയ്യാനും പറ്റുന്നതാണ്. സ്കിപ്പ് ചെയ്യുന്നത് അത്ര നല്ലതായ ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ കറക്റ്റ് വരുത്താം എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1ൽ ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് 4 നമ്പേഴ്സ് PQRS വിച്ച് വൺ ഇസ് ദ ലാർജസ്റ്റ് നമ്പർ? ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് 1ൽ പറയുന്നുണ്ട്, 1ൽ കൊടുത്ത ഇൻഫർമേഷൻ നോക്കുമ്പോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ പി ആസ് വെൽ ആസ് ക്യൂ. ആറ് പിനെക്കാളും ക്യൂവിനെക്കാളും ഗ്രേറ്റർ ആണ് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് 1ൽ കൊടുത്ത ഇൻഫർമേഷൻ. 2ൽ കൊടുത്ത ഇൻഫർമേഷൻ എസ് ഇസ് നോട്ട് ദ ലാർജസ്റ്റ് വൺ. എസ് ഇസ് നോട്ട് ദ ലാർജസ്റ്റ് വൺ. ഓക്കെ, എസ് ലാർജസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, എസ് ലാർജസ്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഇനി നോക്കുമ്പോൾ നമുക്ക്
ഇവിടെ ഉണ്ടായിരുന്നത് നാല് ആളുകളാ. ആർ ഉണ്ടായിരുന്നു, പി ഉണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു, എസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എസിനെ പറ്റി ഒരു ഇൻഫോർമേഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നമുക്ക് പോസിബിൾ അല്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ എസിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി മൂന്ന് പേരെ പറ്റി ഒന്നും വേണ്ടിയിട്ടില്ല. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് മനസ്സിലായി, ആറും പിയും ക്യൂവിൽ നിന്ന് ആറാണ് വലുത്. അപ്പൊ അത് മനസ്സിലായി. ഇനി നമുക്ക് മനസ്സിലാണ്ട് ആറും എസും തമ്മിൽ നോക്കുമ്പോഴാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ പറയുന്നുണ്ട് എസ് അല്ല ലാർജസ്റ്റ്. ഈ 4 നമ്പറിൽ എസ് അല്ല ലാർജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറും പിയും ക്യൂവിൽ ആറാണ് വലുത്, പിന്നെ ആറും എസും നോക്കുമ്പോൾ എസ് ലാർജസ്റ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആറാണ് അവിടുത്തെ ലാർജസ്റ്റ് നമ്പർ. ഇത് എങ്ങനെ കിട്ടി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടി. സോ എന്ത് പറയാൻ പറ്റും, ഇവിടെ S1 ആൻഡ് S2 ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, ടുഗദർ ആർ സഫീഷ്യൻ ടു ആൻസർ ദി ക്വസ്റ്റ്യൻ. ബട്ട് നമുക്ക് എന്താ, ഓരോ സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ്, സി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതുകൊണ്ട് ഓക്കെ, 28 കഴിഞ്ഞാൽ 31 നോക്കി, 31 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 31 സോൾവ് ചെയ്യാൻ യെസ് ഓർ പറ്റുന്ന നോ? ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ടൈമിൽ അത് കാണാതെ പോയി. ആ അത് ആ ഇഷ്യൂസ് ആണ് നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ, അത് ഈ ചെയ്തിട്ടുണ്ടല്ലോ. കാര്യങ്ങളൊക്കെയാണ് നമ്മൾ PYQ ഇപ്പം ഈ ഒരു 2020 ചെയ്തപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, അതായത് ചില ക്വസ്റ്റ്യൻസ് മിസ്സായി എന്നല്ല. അത് എന്ത് ചെയ്യണം, അടുത്ത PYQും ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുമ്പോൾ റിസോൾവ് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മളത് മിസ്സാവരുത്. കാരണം പ്രത്യേകിച്ച് നമ്മളിപ്പം ടെസ്റ്റ് സീരീസുകൾ എടുക്കുന്ന പോലെയല്ല ഒറിജിനൽ നമ്മൾ എക്സാം ഹോളിൽ പേപ്പർ ചെയ്യുമ്പോൾ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഒരു ബൾക്കി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. ഇപ്പൊ കാരണം ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ടാവും. പിന്നെ റീസെന്റ് ഇയേഴ്സിൽ UPSC ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രിന്റ് ഇപ്പൊ ഈ കാണുന്ന ക്ലാരിറ്റി, ഈ കാണുന്ന ഇത്ര വിടുത്തൊന്നും എന്തിലില്ല. നമ്മൾ ശരിക്കും പേപ്പർ കിട്ടുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള പേപ്പറാണ് 2025 പ്രിലിംസ് പേപ്പറൊക്കെ, GS ആയാലും CSAT ആയാലും. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് മിസ് ഔട്ട് ആകാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് എൻഷുർ ചെയ്യുക ആ 80 ക്വസ്റ്റ്യൻ ഞാൻ പ്രോപ്പറായി കണ്ടിട്ടുണ്ട്, അതെനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് അറിയാം ഏതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ ഞാൻ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അങ്ങനെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. കാരണം ഭയങ്കര പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവാം 2025, പ്രത്യേകിച്ച് 2025 പ്രിലിംസ് പേപ്പർ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കാരണം നമ്മളിപ്പം ടെസ്റ്റ് സീരീസിന് പോകുമ്പോൾ അങ്ങനെയല്ല. കാരണം അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേപ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ അവർ അത്യാവശ്യം ഗ്യാപ്പ് ഒക്കെ വിട്ട്, പിന്നെന്താ അതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, ചെറിയൊരു പേപ്പറാണ്. പക്ഷെ ഹിന്ദി കൂടി വരുമ്പോൾ പേപ്പറിന്റെ കട്ടി കൂടും. പിന്നെ പ്രിന്റ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ UPSCയുടെ പ്രിന്റ് പൊതുവേ ഒരു അതിന് ആ ഫോൺസ് ഒന്നും അത്ര കൃത്യമായിട്ടുള്ള ഫോൺസ് അല്ല റീസെന്റ് ഇയേഴ്സിലൊക്കെ. ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എ മാൻ വാക്സ് ഡൗൺ ബാക്ക് സൈഡ് ഓഫ് ഹിസ് ഹൗസ്. ഈ ക്വസ്റ്റനിൽ ഒരു വലിയ ട്വിസ്റ്റ് എന്താ വെച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എ മാൻ വാക്സ് ബാക്ക് സൈഡ് ഓഫ് ഹിസ് ഹൗസ് സ്ട്രേറ്റ് 25 meter, then turns to right and walks 50 meter again, then turns towards left and again walks 25 meter. ഇവിടെ പറയും, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഉടനെ വരച്ചു തുടങ്ങരുത്. കാരണം ഇയാളുടെ വീടിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഇറങ്ങി പോകുന്നത്. ഇയാളുടെ ബാക്ക് സൈഡ് എവിടെയാ അറിയണമെങ്കിൽ ഫ്രണ്ട് സൈഡ് എങ്ങോട്ടാ ഫേസ് ചെയ്യുന്ന അറിയണം. ആ കാര്യം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ലാസ്റ്റിലാണ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഹിസ് ഹൗസ് ഫേസസ് ടു ദി ഈസ്റ്റ്. അപ്പൊ വീട് ഇങ്ങനെയാണ് നിൽക്കുന്നത്, വീട് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ വെസ്റ്റ് ആയിരിക്കും ബാക്ക് സൈഡ് ഉണ്ടാവുക. ആ ഇൻഫർമേഷൻ ക്വസ്റ്റ്യന്റെ ലാസ്റ്റിലാണ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എങ്ങോട്ടെങ്കിലും എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫിഗർ മാറ്റി വരയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വരച്ച ഫിഗറിന് അതനുസരിച്ച് തിരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ക്വസ്റ്റ്യൻ ഒരു വട്ടം വായിച്ചതിന് ശേഷം മാത്രം വരയ്ക്കാൻ തുടങ്ങാം. അപ്പൊ ഇയാളെ വീടിന്റെ ബാക്ക് സൈഡ് കൂടെ സ്ട്രെയിറ്റ് 25 meter പോയി. ഇപ്പം 25 meter ഇങ്ങനെ പോയി. അപ്പൊ ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഇത് റൈറ്റ് ആയിരിക്കും, ഇത് ലെഫ്റ്റ് ആയിരിക്കും. ദെൻ ടേൺസ് ടു റൈറ്റ് ആൻഡ് വാക്സ് 50 meter. ഒരു 50 meter പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ദെൻ അപ്പൊ ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് റൈറ്റ് ഉണ്ടാവും, ഇത് ലെഫ്റ്റ് ഉണ്ടാവും. പിന്നെ 50 meter പോയിട്ട് പിന്നെ അയാൾ ചെയ്യുന്ന കാര്യം ദെൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് അഗെയിൻ 25 meter. ഒരു ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 25 meter കൂടി പോയി. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ളത് വാട്ട് ഹാസ് ഹിസ് ഡയറക്ഷൻ ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഡയറക്ഷൻ എങ്ങോട്ടാ,
സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതിപ്പോൾ എൻ പോയിന്റ് ആണെങ്കിൽ അയാൾക്ക് എങ്ങനെ പോകണം? സ്റ്റാർട്ടിംഗ് പോയിന്റിന് ആദ്യം നോർത്തിലേക്ക് പോകണം, പിന്നെ എങ്ങോട്ട് പോകണം? വെസ്റ്റിലേക്ക് പോകണം. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ പോകുമ്പോഴാണ് അയാൾ എവിടെ എത്തുക? അയാളുടെ എൻ പോയിന്റിലേക്ക് എത്തുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം ഇതൊക്കെ നമുക്ക് ബോണസ് പോയിന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത 32 ആണ്. 32 നോക്കി. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? റെസ്പോണ്ട് ചെയ്തേ. സർ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഡയറക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ ആ ഫിഗർ വരയ്ക്കുക. ഇയാളുടെ വീട് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. വീടിന്റെ ബാക്ക് സൈഡ് കൂടെ പോയി എന്ന് പറഞ്ഞാൽ വെസ്റ്റിലേക്കാണ് പോയിട്ടുണ്ടാവുക. വെസ്റ്റ് ഡയറക്ഷനിൽ അയാൾ എന്ത് ചെയ്തു? ആദ്യം ഒരു 25 മീറ്റർ പോയി. പിന്നെ അയാൾ 25 മീറ്റർ പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം മൂവ്മെന്റ് മനസ്സിലാവാൻ വേണ്ടി. പിന്നെ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് 50 മീറ്റർ പോയി. അപ്പോഴും ഞാൻ റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്തു. പിന്നെ അയാൾ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 25 മീറ്റർ പോയി. അപ്പൊ ഇതാണ് അയാളുടെ എൻ പോയിന്റ്, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി ചോദിച്ചിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റിന് എൻ പോയിന്റ് ഏത് ഡയറക്ഷനിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായി മനസ്സിലാക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റിന് എൻ പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഏതൊക്കെ മൂവ്മെന്റ്സ് എടുക്കണം എന്ന്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻ പോയിന്റ് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് പോകണം. പിന്നെ എങ്ങോട്ട് പോകണം? വെസ്റ്റിലേക്ക് പോകണം. നോർത്തിലേക്ക് പോയി വെസ്റ്റിലേക്ക് പോകണം. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. സർ നമ്മുടെ ആ ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ പോരെ സാർ, ആ ഒരു ആരോ വരച്ച്? അല്ല, ഞാൻ ജസ്റ്റ് അത് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അയാള് നോർത്ത് സാർ വെസ്റ്റ് അങ്ങനെ ആണെന്നുള്ളത് ആരോ സാർ അങ്ങനെ ആരോ വരച്ചൊന്ന് കാണിച്ചു ഇത് തരാമോ സാർ? ലൈക്ക് ഇതില്ലേ, ഇത് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, റെഡ് കൊടുക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് എൻ പോയിന്റ്. ഇവിടെ നിന്ന് എന്താ നമ്മൾ എപ്പോഴും സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം ഈ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈസ്റ്റിലേക്ക് പോകണം, പിന്നെ കൂടെ പോകണം, നോർത്തിലേക്ക് പോകണം. ഇങ്ങനെയും പറയാം. സോറി, വെസ്റ്റിലേക്ക് പോയിട്ട് നോർത്തിലേക്ക് പോകണം, ഈസ്റ്റിലേക്കല്ല വെസ്റ്റിലേക്ക്. ഈ പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് എന്താ ഇത് ഇങ്ങനെ ഈ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. എന്ത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ എന്താ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയി വെസ്റ്റിലേക്ക് പോയി പിന്നെ നോർത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ എത്തുക. നമ്മൾ ഒരിക്കലും എന്ത് പറയാറില്ല? വെസ്റ്റ് നോർത്ത് എന്ന് പറയാറില്ല. നമ്മൾ എന്തേ പറയാറുള്ളൂ? നോർത്ത് വെസ്റ്റിനെ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഡി വരുന്നത്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 32 നോക്കി. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? പറഞ്ഞേ. 32 നോക്കുമ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? അതൊരു കൺക്ലൂഷൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2, ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3. ഓക്കെ, ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2. അടുത്ത് കൊടുത്തിട്ടുണ്ട് ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 6. ഓക്കെ, ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മിനിറ്റ്, ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓൾ നമ്പേഴ്സ് divisible by 2, ഓൾ നമ്പേഴ്സ് ആർ divisible by 3. ഓക്കെ, ഓൾ നമ്പേഴ്സ് ആർ divisible by 6 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ? ഓൾ നമ്പേഴ്സ് ആർ divisible by 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് which of the conclusions logically follow from the two given statements. ഓക്കെ, ഇവിടെ നമുക്ക് ഓക്കെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു പറഞ്ഞ റെസ്പോണ്ട് ചെയ്തേ. സാർ ചെയ്തു, പക്ഷെ ആൻസർ ശരിയാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ആൻസർ വരുന്ന ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. എനിക്ക് തോന്നുന്നു ആൻസർ കീ ഒന്ന് നോക്കട്ടെ. എ ആണ് എടുത്തത്. എ അല്ല അതിന്റെ ആൻസർ. ആൻസർ വരുന്നത് 32 അല്ലേ? 32 എ ആണ് ആൻസർ. ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, ഓക്കെ,
എടുത്തത്. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിരിക്കും ഇവിടെ ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2, ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3. അങ്ങനെയാണെങ്കിൽ ആ എല്ലാ നമ്പേഴ്സും ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും. അതെന്താന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ ആണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ 24. ആണ്. നമുക്ക് 12 എടുക്കാം, ഇനി 8. 6 എടുക്കാം, അല്ലെങ്കിൽ 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ ആണ് 24 ഒരു നമ്പറാണ്. ഈ 24, നമ്പേഴ്സ് 18. എല്ലാം എന്താണ്? 18 ഇതൊക്കെ എന്താണ്? 6നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. നമ്മൾ 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ ആണ് എല്ലാ നമ്പേഴ്സ് എന്തുകൊണ്ടാണ്? 6നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ എന്താ? അതുകൊണ്ടാണ് 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ എല്ലാ നമ്പേഴ്സും അപ്പൊ എന്താ അതെല്ലാം 6നെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുന്നത് ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. അപ്പൊ എന്താ? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, പിന്നെന്താ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ഇവർ പറയുന്നത് എന്താ? ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാന്ന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് എന്ന് പറയുന്നുണ്ട് 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ ആകുന്ന എല്ലാ നമ്പേഴ്സും എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണ്? 4നെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 18 പറഞ്ഞ നമ്പർ 2നെ കൊണ്ട് ഡിവിസിബിൾ ആണ്, 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്, പക്ഷെ എന്താണ്? 4നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പൊ എന്താണ്? സെക്കൻഡ് കൺക്ലൂഷൻ തെറ്റാണ്. സോ എന്താണ്? ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ക്ലിയർ ആണല്ലോ? ഇത് ഇതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ. ഇനി ഈ ക്വസ്റ്റ്യൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ 3ന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു. ഒരു നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആവുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ തന്ന നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം എടുക്കുക. സമ്മ് 3നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എൻറ്റയർ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞു. ഇനി 6ന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമുക്കൊരു നമ്പർ 6നെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു എക്സാമ്പിൾ ഇപ്പം 414 എന്ന നമ്പർ 6നെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ആ നമ്പർ 2നെ കൊണ്ട് ഡിവിസിബിൾ ആണോ, അതേപോലെ ആ നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ ആവുന്ന നമ്പർ എന്ത് വന്നാലും 6നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. കാരണം 2ന്റെയും 3ന്റെയും LCM 6 ആണ് വരുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ഒരു നമ്പർ 6നെ കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, കാരണം എന്താ, ഒരു നമ്പർ 6നെ കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യുന്നേക്കാൾ അത് അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഈസി എന്താ, അത് 2നെ കൊണ്ടും 3നെ കൊണ്ടും ചെക്ക് ചെയ്യുന്ന ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അത് അതിൽ രണ്ടിലും കൺഫേം ആണെങ്കിൽ എന്ത് വന്നാലും 6നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. കാരണം ഈ ചെക്ക് ചെയ്യൽ എന്താ, 2നെ കൊണ്ട് ഡിവിസിബിൾ ആണോ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. 2നെ കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം നോക്കിയാൽ മതി, ആ നമ്പർ എൻഡ് ചെയ്യുന്ന ഒരു ഈവൺ നമ്പറിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈവൺ നമ്പറിലാണെങ്കിൽ എങ്ങനെ വന്നാലും 2നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിജിറ്റുകളുടെ സം എടുക്കുക. 4 + 1 + 4 എന്താ? 9 ആവുമ്പോൾ എന്താ, അത് എന്ത് വന്നാലും 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇപ്പൊ 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവിസിബിൾ ആയാൽ അത് എന്ത് വന്നാലും 6നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതാണ് റൂൾ. ആ റൂളിന്റെ വേറൊരു ഫോർമാറ്റ് തന്നിട്ടുള്ളത്. ഒരു നമ്പർ 2നെ കൊണ്ട് ഡിവിസിബിൾ ആണ്, ആ നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്, എന്ത് വന്നാലും 6നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ആ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എടുത്ത് ക്വസ്റ്റ്യൻ ആക്കിയെന്നേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. പറഞ്ഞ ഓക്കെ. അടുത്തത് നമുക്ക് ഈസി കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 33 നോക്കി നമ്മുടെ സിലോജിസമാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ കാണുന്നത് നമുക്ക് പറയാൻ പറ്റണം സിലോജിസമാണ്. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? പറഞ്ഞേ, ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലയോ? സർ ചെയ്തു. ചെയ്തു. ആൻസർ ശരിയാണോ? ഓക്കെ. ഡി ആണ് എടുത്തത്. ഞാൻ ആൻസർ വെരിഫൈ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ കീ വെച്ചിട്ട്. നമ്മുടെ അറ്റംപ്റ്റ്, നമ്മുടെ സ്കോർ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് എത്ര അറ്റംപ്റ്റ്, എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം തെറ്റി. ഓക്കെ, അതിന് ആൻസർ കീ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ഓക്കെ, നമ്മൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് PYQ അറ്റൻഡ് ചെയ്ത് വെക്കലല്ല, നമ്മൾ അതിൽ നമ്മുടെ അറ്റംപ്റ്റും നമുക്ക് എത്ര എണ്ണം ശരിയായി, നമുക്ക് എത്ര സ്കോർ കിട്ടി, അതൊക്കെ നമ്മൾ അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് വന്നാലും നിങ്ങളുടെ അനാലിസിസ് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഈ സെഷന് വേണ്ടിയിട്ടല്ല, എപ്പോഴും നിങ്ങളുടെ മൊത്തത്തിൽ ഈ മൊത്തം ലേണിംഗ് പ്രൊസീജിയർ നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടാവണം. കാരണം ഈ 8 PYQ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടത്. 33 ക്വസ്റ്റ്യനിൽ ആൻസർ സി ആണ് വരുന്നത്. സി നമുക്ക് നോക്കാം. സാർ ഈ 2020 ആൻസർ പേപ്പർ ഉണ്ട്, എക്സാം തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അല്ല ഈ PDF-ന്റെ കൂടെ അല്ലേ ആൻസർ ഷീറ്റ് ലാസ്റ്റ് കൊടുത്തേക്കുന്നത്?
അല്ല PDF-ന്റെ അല്ല, വേറെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ സാർ. ഗ്രൂപ്പ് പിൻ ചെയ്തിട്ടുണ്ട്. അത് ഗ്രൂപ്പിൽ ചെക്ക് ചെയ്താൽ മതി. ഇനീഷ്യലി ഷെയർ ചെയ്ത ഫയലിൽ 2018 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്. അതുപോലെ ആൻസർ കീസ് ആണെങ്കിൽ 2018 മുതൽ 24 വരെ, 25 ആൻസർ കീ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ടില്ല, 24 വരെയുള്ള സെപ്പറേറ്റ് ആൻസർ കീസും ഉണ്ട്. ഓക്കെ, ആൻസർ കീ മാത്രം UPSC പബ്ലിഷ് ചെയ്ത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 33ന്റെ ആൻസർ C ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്, എല്ലാ കാറ്റും ഡോഗ് ആണ്. എല്ലാ ഓൾ കാറ്റ്സ് ആർ ബ്ലാക്ക്, എല്ലാ കാറ്റും ബ്ലാക്ക് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കൺക്ലൂഷൻസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓൾ ഡോഗ്സ് ആർ ബ്ലാക്ക് എന്നുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ്. മാക്സിമം തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓൾ ഡോഗ്സ് ആർ ബ്ലാക്ക് പറയുമ്പോൾ നമുക്ക് എന്താ, അത് ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിനുള്ളിൽ ഡോഗ് വരണം, അത് തെറ്റാണ്. സം ഡോഗ്സ് ആർ നോട്ട് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, അതും ഡെഫിനറ്റ് ആയിട്ട് പറയാണ്. അതും എന്താ, കുറച്ച് ഡോഗ് ബ്ലാക്ക് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താ, ബ്ലാക്ക് ആവാം, ബ്ലാക്ക് ആവാതിരിക്കും, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അതും ഉറപ്പിച്ച് വരുന്നത് തെറ്റാണ്. സോ എന്താ, ഓപ്ഷൻ C വിൽ ബി ദി ആൻസർ. രണ്ട് കൺക്ലൂഷൻസും തെറ്റാണ്. കാരണം ബ്ലാക്കും ഡോഗും തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇവരെന്താണ്, കുറച്ച് ഡോഗ് ബ്ലാക്ക് ആവാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, റെഡിയാണോ? ക്ലിയർ? ഓക്കെ. കൗണ്ട് ചെയ്ത്. ഇതാണ് സാർ നമ്മള് അതൊന്ന് അടുത്തത് ഈസി ക്വസ്റ്റ്യൻ 30. ആ, ബ്രേക്ക് ആവുന്നുണ്ട്, എന്താ പറഞ്ഞേ? സാർ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ്. ഒന്നുമില്ല, അതില് രണ്ട് കൺക്ലൂഷൻസും പറയണം. ഡയഗ്രാം ഓക്കെ ആണോ? സാർ ഡയഗ്രാം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ്. ഞാൻ തിരിച്ചാണ് സാർ ചെയ്തത്. ഞാൻ ക്യാറ്റ്സിനെ അങ്ങനെ എടുത്തിട്ട് ഡോഗ്സിനെ അങ്ങനെ, ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഡോഗ്സിനെ ഇൻസൈഡും വരച്ച് ക്യാറ്റ്സിനെ അത് തെറ്റാണ്. കാരണം എന്താ, ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ, എല്ലാ ക്യാറ്റും ഡോഗ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ എല്ലാ ക്യാറ്റും എന്താണ്, ബ്ലാക്ക് ആണ്. അപ്പൊ ക്യാറ്റിനെ കവർ ചെയ്തുകൊണ്ട് ബ്ലാക്ക് ഉണ്ട്. ഇനി എന്താ പറയുന്നത്, ഓൾ ഡോഗ്സ് ആർ ബ്ലാക്ക് വരണമെങ്കിൽ എങ്ങനെ വരണമായിരുന്നു ഫിഗർ? ഡോഗ് ചെറുതും ഡോഗിനെ കവർ ചെയ്തുകൊണ്ട് ബ്ലാക്ക് ഉണ്ടാവും, അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ എന്താ, ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാണ്. അതും ഡെഫിനറ്റ് ആയിട്ടാണ് പറയുന്നത്. എല്ലാ ഡോഗും ബ്ലാക്ക് ആയേ പറ്റൂ, അത് തെറ്റാണ്. പിന്നെ കുറച്ച് ഡോഗ് ബ്ലാക്ക് ആവാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, അങ്ങനെയും പറയാൻ പറ്റില്ല. കുറച്ച് ഡോഗ് വേണമെങ്കിൽ കുറച്ച് ഡോഗ് ബ്ലാക്ക്, അവര് ഡോഗും ബ്ലാക്കും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ഇല്ല, അങ്ങനെ നമ്മൾ എവിടെയും ഡയഗ്രാം വരച്ചിട്ടില്ല. അപ്പം ഇവര് പറയുന്നത്, ഇവർ ഡെഫിനറ്റ് ആയിട്ട് പറയാണ് കുറച്ച് ഡോഗ് ഒരിക്കലും ബ്ലാക്ക് ആവില്ല എന്ന്. അതും എന്താ, തെറ്റാണ്. സോ ഫസ്റ്റ് കൺക്ലൂഷനും സെക്കൻഡ് കൺക്ലൂഷനും തെറ്റാണ്. സോ ആൻസർ വിൽ ബി എന്ത് വരും? ഓപ്ഷൻ C, നൈദർ വൺ നോർ ടു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ് സാർ. വേറൊരു കാര്യം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, ഇവിടെയും എല്ലാവരും ഇതെന്താ, പല ആളുകൾക്കും തെറ്റിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടും തെറ്റും നെട്ടു. ഓക്കെ, ആ ഒരു ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയ എക്സൈറ്റ്മെന്റിൽ യൂഷ്വലി എന്താണ്, നൈദർ വൺ നോട്ട് ടു, ഓപ്ഷൻ D ആണ് ഉണ്ടാവാറ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാന്നുള്ള D ആണ് ഉണ്ടാവാറ്. UPSC ഇപ്രാവശ്യം എന്ത് ചെയ്തു, എന്നിട്ട് ബോത്ത് 1 and 2 C ആണ് ഉണ്ടാവാറ്. അതിന് പകരം UPSC അവിടെ ഒരു ഷഫ്ലിംഗ് നടത്തി. അപ്പം രണ്ടും തെറ്റല്ലേ, D മാർക്ക് ചെയ്യും OMR-ൽ. പിന്നെയാണ് നോക്കുക, രണ്ടും തെറ്റെന്നുള്ള ഓപ്ഷൻ C ആണ് ഡിക്ക്. ആ ഷഫ്ലിംഗ് ഉള്ളത് ശ്രദ്ധിക്കില്ല. അപ്പൊ എന്തായി, പിന്നെ OMR-ൽ നമ്മൾ നല്ലപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ്നർ ഒന്നും അങ്ങനെ ചില ആളുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെറുതെ, അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ OMR-ൽ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓപ്ഷൻ അതാണോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അതേപോലെ ചില ക്വസ്റ്റ്യൻസിന് ഇപ്പൊ എന്താ 67, 66, 65 എന്നൊക്കെ ആൻസർ ഉണ്ടാവും. നമുക്ക് 66 ആയിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഓപ്ഷനിൽ നോക്കിയപ്പോൾ നമുക്ക് 65 എന്നുള്ള ഓപ്ഷൻ നമ്മൾ കണ്ട് C കുത്തും, ആൻസർ B ആയിരിക്കും. നമുക്ക് ആൻസർ എല്ലാം, നമ്മൾ എല്ലാ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവസാനം കൊണ്ടുപോയി നമ്മൾ ടെൻഷന്റെ കാരണം കൊണ്ട് തെറ്റിക്കും. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ, ആ മിസ്റ്റേക്സും വരുന്നില്ല നിങ്ങൾ ഉറപ്പ് വരുത്തുക. 34 ആണ് അടുത്ത ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 34നെ പറ്റി പറയുമ്പോൾ 34-ൽ നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ റാങ്ക്സ് ആൻഡ് സീക്വൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ഫോളോഡ് ബൈ ഓഡ് നമ്പർ ഇൻ ദ ഗിവൺ സീക്വൻസ്. എത്ര ഓഡ് നമ്പേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം എന്ത് ചെയ്യാം, ഓഡ് നമ്പേഴ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. 1, 2, 3, 4.
എത്ര ഓഡ് നമ്പേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട് നോക്കുക. ഇവിടെ ഒരു പേര് കിട്ടി, ഇവിടെ ഒന്ന്, ഇപ്പൊ 3 പേരായി, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6 പേർ. സോ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. 34 ഒരു മിനിറ്റ്, 34 ബി, ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. 6 പേർ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? റെഡിയാണോ? റെസ്പോണ്ട് ചെയ്തേ. അടുത്ത ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 36 ആണ്. 36 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? സാർ ഇത് 4 പേരല്ലേ സാർ? 4 പേരല്ല, 6 പേരുണ്ട്. എത്ര സാർ ഓഡ് 5 1 നമ്പേഴ്സ്? 7 3 5 7 3 1 അതെടുക്കാൻ പറ്റില്ലേ? ഞാൻ ഓരോ പേര് കാണിച്ചു, ബ്ലൂ കളറിൽ കാണിച്ചുതരാം. ഇതൊരു പേർ. ഇവിടെ 7ഉം 3ഉം ഒരു പേർ, 3ഉം 9ഉം 2 പേർ, 3 പേരായി. 4 പേർ, 5ഉം 7ഉം, 3ഉം 1ഉം 5 പേരായി. 1ഉം 5ഉം 6 പേർ. ഒരു ഓഡ് നമ്പറിന് വേറെ ഓഡ് നമ്പർ ഫോളോ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, കൗണ്ടിങ്ങിൽ എവിടെയോ തെറ്റ് പറ്റിയതാ. അപ്പൊ നമ്മൾ ഈ മിസ്റ്റേക്സ് ഒക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പേപ്പർ ചെയ്യുമ്പോൾ റിസോൾവ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഇപ്പം ഇവിടെ തെറ്റ് പറ്റുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ തെറ്റ് പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല ഒരു സാർ, മിനിറ്റ്. ലിമിറ്റഡ് ഡേയ്സ് അല്ലേ ഉള്ളൂ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് സാർ എനിക്ക് ഇപ്പൊ. അല്ല, അത് കുഴപ്പമില്ല. അതാ പറഞ്ഞത്, തെറ്റ് പറ്റണം. തെറ്റ് പറ്റുമ്പോഴാണ് നമുക്കത് ലേണിംഗ്സ് ആയിട്ട് മാറുക. ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയർ ചെയ്തെന്തോ പറ്റി. ഒരു മിനിറ്റ്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മിനിറ്റ്. നമ്മൾ 34 അല്ലേ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ്? 30, അത് കഴിഞ്ഞാൽ 36 ആണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 36 ചെയ്യാൻ പറ്റിയോ? റെസ്പോണ്ട് ചെയ്തേ. തേർട്ടി 36 ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഈസി ആയിട്ടുള്ള കാറ്റഗറിയാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഡാറ്റ സഫിഷ്യൻസി കാണുമ്പോൾ തന്നെ സ്കിപ്പ് നിങ്ങൾ അമർത്തരുത് ഒരിക്കലും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 കൊടുത്ത ക്വസ്റ്റ്യൻ എന്താ ആദ്യം നോക്കുക. ഹു എമംഗ് എ ബി സി ആൻഡ് ഡി ഇസ് ദ യങ്ങസ്റ്റ്? ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആരാന്നാ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ്, സി ഇസ് യങ്ങർ ദാൻ ഡി. അപ്പൊ എന്താ, ഡി ആണ് സീനെക്കാളും വലുത്, ബട്ട് ഓൾഡർ ദാൻ എ ആൻഡ് ബി. അപ്പൊ എന്താ, സി എനെയും ബിനെക്കാളും ഓൾഡർ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്ത ഇൻഫർമേഷൻ അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ഡി ഇസ് ദ ഓൾഡസ്റ്റ്. ഡി ഇസ് ദ ഓൾഡസ്റ്റ് എന്നുള്ളത് നമുക്ക് ഡി ആണ് ഏറ്റവും വലിയ ആൾ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ കിട്ടിയതാ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനോട് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ അധികം കിട്ടിയിട്ടില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത് എ ഇസ് ഓൾഡർ ദാൻ ബി. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, സി ഡി ഏറ്റവും യങ്ങസ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ എന്ത് മനസ്സിലാവുന്നുണ്ട്, ഡി ആണ് ഏറ്റവും വലിയ ആൾ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഏറ്റവും യങ്ങസ്റ്റ് മെമ്പറിനെ കിട്ടണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അത് കിട്ടുന്നില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്തേ പറയുന്നുള്ളൂ, ഡിയും സിയും എന്താ, ഡി ആണ് ഏറ്റവും വലിയ ആള്, സി അതിൽ ചെറുത്, പിന്നെന്താ
എയും ബി സീനെക്കാളും ചെറുതാണ് എയും ബി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എയും ബിയിലും ആരാണ് ചെറുതെന്ന് പറയുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഡീന് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ എന്ത് മനസ്സിലാവുന്നുണ്ട്? എനെയും ബിനെയും വെച്ച് നോക്കുമ്പോൾ ആരാണ് എ ആണ് ഗ്രേറ്റർ എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി? ഡി സി എ ബിയിൽ ബി ആണ് യങ്ങർ എന്നുള്ളത് നമുക്ക്, കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ബാക്കിയുള്ളവർ ഓർഡർ കിട്ടുന്നുണ്ട്. കാരണം ആ 4 പേരിൽ ഏറ്റവും എൽഡസ്റ്റ് ആരാണ്, പിന്നെ സെക്കൻഡ് ആരാണ്, പിന്നെ കിട്ടുന്നുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എയിലും ബിയിലും ആരാ വലുതെന്ന് മനസ്സിലാണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്തു. എന്താ ഇൻഫർമേഷൻ ആണ് നമുക്ക് എന്താ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ആൻസർ വരും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കൂട്ടത്തിലെ യങ്ങസ്റ്റ് മെമ്പറിന് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. സർ ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് നോക്കണോ സർ ആദ്യം? അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ നോക്കണം. കാരണം ഇപ്പൊ എന്താ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഇവിടെ ഓപ്ഷൻ എ നോക്കിയേ, സ്റ്റീവൻ 1 എലോൺ ഇസ് സഫിഷ്യന്റ് ആൻസർ എന്നുള്ളത് അങ്ങനെ ഇൻഡിവിജ്വലി നോക്കുക, പിന്നെ അതിന്റെ കോമ്പിനേഷൻസ് നോക്കുക. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് കൂടി കമ്പൈൻ ചെയ്യേണ്ടി വരും. S1ലെയും S2ലെയും S3ലെയും 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻഫർമേഷൻ കമ്പൈൻ ചെയ്താൽ ആൻസർ കിട്ടുള്ളൂ. ചില ക്വസ്റ്റ്യൻസിൽ S1 ചെയ്താലും കിട്ടും, S2 ചെയ്താലും കിട്ടും, S3 ചെയ്താലും കിട്ടും. അപ്പൊ ഏത് ഓപ്ഷൻ എടുത്താലും കിട്ടും. അങ്ങനെയൊക്കെ പല പല കോമ്പിനേഷൻസ് നമ്മൾ നോക്കണം. എന്നാലേ നമുക്ക് ഇപ്പൊ നമ്മൾ ഓരോ ഇൻഫർമേഷനിൽ എന്തൊക്കെ തരുന്നുണ്ടെന്ന് നമ്മൾ അത് നോട്ട് ചെയ്ത് പോവാ, എന്നാലേ നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത 37. ഓക്കെ, 37 ചെയ്തിട്ടുണ്ടായിരുന്നോ? ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? റെസ്പോണ്ട് ചെയ്ത് 37. ഓക്കെ, 37 നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, 37 നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. തടിച്ചാണ് നമുക്ക് രണ്ടോ ഉത്തരങ്ങളുടെ ഒറ്റ സിംഗിൾ മെത്തേഡാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ഒന്നുമില്ല, ഹൗ മെനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം മനസ്സിലായി. ഹൗ മെനി ഇന്റീജേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 to 100 വിച്ച് ഹാവ് 4 ആസ് എ ഡിജിറ്റ് ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 4. 4 ഡിജിറ്റ് ആയിട്ട് ഉണ്ടാവണം. 1 to 100 വരെയുള്ള നമ്പേഴ്സിൽ നോക്കുമ്പോൾ 4 ഡിജിറ്റ് ആയിട്ട് ഉണ്ടാവണം. പക്ഷെ അങ്ങനെ എത്ര നമ്പേഴ്സിൽ പക്ഷെ ഡിവിസിബിൾ ആയി 4 ആവരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 4 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ഒന്ന് എഴുതുക. സോ 4 വരും, ഇവിടെ എഴുതുമ്പം 4 വരും, 14 വരും, 24 വരും, 34 വരും. പിന്നെ എന്താണ്, പിന്നെന്താ 40, 41, 42, 43, 44, 45, 46, 47, 48, 49, പിന്നെന്താ 54, 64, 74, 84, 94. ഓക്കെ, ഇതൊക്കെയാണ് 4 ഡിജിറ്റ് ആയിട്ട് വരുന്ന 1 to 100 നമ്പേഴ്സ്. ഇതിൽ ഡിവിസിബിൾ ആവാത്തൊരു ആളുകളെ വേണ്ട. ഡിവിസിബിൾ അപ്പം എന്താ, ഡിവിസിബിൾ ആവുന്നത് റിമൂവ് ചെയ്യുക. ഡിവിസിബിൾ ആയിരിക്കും, ഇത് ഡിവിസിബിൾ ആയിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും, പിന്നെന്താ ഡിവിസിബിൾ ആയിരിക്കും, പിന്നെ ഡിവിസിബിൾ അല്ല, ഡിവിസിബിൾ ആയിരിക്കും, പിന്നെന്താ ഇത് ഡിവിസിബിൾ അല്ല, ഡിവിസിബിൾ അല്ല, 74 അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഡിവിസിബിൾ ആയിരിക്കും, ഡിവിസിബിൾ അല്ല. സോ ഡിവിസിബിൾ ആവുന്നവരൊക്കെ റിമൂവ് ചെയ്തു. ഡിവിസിബിൾ ആവാത്തവർ വെച്ചാൽ നമുക്ക് എന്താ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 പേരുണ്ടാവും ഡിവിസിബിൾ ആവാത്തവർ. സോ 37ന്റെ ആൻസർ സി വരും. 12 പേര് 4 ഡിജിറ്റ് ആണ്, പക്ഷെ ഡിവിസിബിൾ അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഈ ഒരു ഒറ്റ മെത്തേഡേ ഉള്ളൂ, ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്. ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞേ. സർ കൗണ്ട് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ട് 13 അത് അങ്ങനെ എടുത്തു പോയി. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന ക്വസ്റ്റ്യനിൽ ഇന്നൊരു മിസ്റ്റേക്ക് പറ്റി. ഇപ്പൊ തന്നെ ജീവൻ പറഞ്ഞനുസരിച്ച് ഒരു 7.5 മാർക്സ് ജീവന് കിട്ടണം. പക്ഷെ അതിന് പകരം ജീവൻ 3.3 നെഗറ്റീവ്, അതായത് വെറുതെ 0.8 വെച്ചിട്ട് നെഗറ്റീവ്സ് ഉണ്ടാക്കി. 7.5 മാർക്സ് കിട്ടേണ്ട സ്ഥലത്ത് അത് കിട്ടിയതുമില്ല. പക്ഷെ എന്ത് ചെയ്തു? 0.8 എന്നുള്ള നെഗറ്റീവ് മാർക്സ് ഓരോ ക്വസ്റ്റ്യനിൽ വെച്ചുണ്ടാക്കി. ഓക്കെ, മൊത്തത്തിൽ നോക്കുമ്പോൾ
ഓരോ ക്വസ്റ്റ്യനിലും ജീവന് നഷ്ടത്തിലെ നമുക്ക് ഇൻഎഫക്റ്റീവ് 0.8ന്റെ നഷ്ടമേ വരുള്ളൂ. പക്ഷെ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ 3 മാർക്സ് കിട്ടേണ്ട 2.5 മാർക്സ് കിട്ടിയതുമില്ല. പക്ഷെ എന്താ വെറുതെ ഒരു 0.8 മാർക്സിന്റെ നഷ്ടം ഉണ്ടാക്കി. മൊത്തം നോക്കുമ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ അത് വരില്ലെങ്കിലും മൊത്തത്തിൽ നമ്മൾ നഷ്ടം നോക്കുമ്പോൾ എന്താ 3.3 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യനിൽ 3.3ന്റെ നഷ്ടമുണ്ട് നമ്മൾ ശരിയാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തെറ്റിച്ചപ്പോ. ഓക്കെ, ഓക്കെ 37 കഴിഞ്ഞ 39 നോക്കി. 39 നമ്മൾ ആവറേജ് നമ്മൾ പഠിച്ചതാണ്, ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പറഞ്ഞേ. കുറച്ചുപേരോട് റെസ്പോണ്ട് ചെയ്തേ, നിങ്ങളൊന്നും മിണ്ടാതെ ഇരുന്ന നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. നമ്മൾ പഠിച്ച ചാപ്റ്ററാണ് ആവറേജ്, ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലയോ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ യെസ് ഓർ നോ. ഓക്കെ, ബാക്കിയുള്ളവര് 39 കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ് ആവറേജ്. നമുക്ക് നോക്കാം. ആവറേജ് ഏജ് ഓഫ് എ ടീച്ചർ ആൻഡ് 3 സ്റ്റുഡൻസ് ഇസ് 20 years. അപ്പൊ നമുക്കിവിടെ ടീച്ചറിന്റെ ഏജ് എക്സും സ്റ്റുഡന്റിന്റെ ഏജ് വൈയും എടുക്കുന്നു വിചാരിച്ചു. പക്ഷെ ഇവിടെ ടീച്ചറിന്റെ ഏജ് എക്സും സ്റ്റുഡൻസിന്റെ ഏജ് വൈയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇവിടെ അടുത്ത നമുക്ക് ആ ഫുൾ ഇൻഫോർമേഷൻ നോക്കാം. ഇഫ് ഓൾ ദ കാരണം ടീച്ചറിന്റെ ഏജ് എക്സും സ്റ്റുഡൻസ് ഇപ്പം എന്താ 3 സ്റ്റുഡൻസ് ഉണ്ട്, 3 സ്റ്റുഡൻസിന്റെ ഏജ് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ ഒരാളുടെ ഏജ് വൈ, മറ്റൊരാളുടെ ഏജ് എ, മൂന്നാമത്തെ ആളുടെ ഏജ് ബി, എന്ത് വേണമെങ്കിൽ ആവാം. പക്ഷെ എങ്ങനെയല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ടീച്ചർ ഉണ്ട്, 3 സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെന്താ ഈ 3 സ്റ്റുഡൻസിന് സെയിം ഏജാ. അപ്പൊ എന്താ ഓരോരുത്തരുടെ ഏജ് വൈ ആണെങ്കിൽ 3 പേരുടെ 3y ഉണ്ടാവും. കാരണം എല്ലാ സ്റ്റുഡൻസിനും സെയിം ഏജ് ആണ്, 3 പേരുണ്ടാവുമ്പോൾ 3y ഉണ്ടാവും. ഇനി അപ്പൊ നമുക്ക് എന്താ ടീച്ചറിന്റെ ഏജ് എക്സും സ്റ്റുഡൻസിന്റെ ഏജ് 3y എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ഇൻഫോർമേഷൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ. ഓക്കെ, സ്റ്റുഡൻസ് ആർ ഓഫ് സെയിം ഏജ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ദ ടീച്ചർ ആൻഡ് ഈ ഏജ് ഓഫ് ദ ടീച്ചർ ആൻഡ് ഈച്ച് സ്റ്റുഡന്റ് ഇസ് 20 years. അപ്പൊ ടീച്ചറിന്റെ ഏജ്, ഇപ്പൊ സ്റ്റുഡന്റിന്റെ ഏജ് വൈന്ന് എടുക്കുകയാണെങ്കിൽ ടീച്ചറിന് വേറൊരു വേരിയബിൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ടീച്ചറിന്റെ ഏജും സ്റ്റുഡന്റിന്റെ ഏജും കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ കണക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താ, ഞാൻ സ്റ്റുഡന്റിന്റെ ഏജ് എക്സ് എടുത്തു കഴിഞ്ഞാൽ 3 സ്റ്റുഡൻസ് ഉണ്ടാവുമ്പോൾ 3x. ഓരോ സ്റ്റുഡന്റ് ഏജ് എക്സ് ആണെങ്കിൽ 3 സ്റ്റുഡൻസ് ഉണ്ടാവുമ്പോൾ 3x ആയി. ഇനി ഒരു സ്റ്റുഡന്റിന്റെ ഏജും ടീച്ചറിന്റെ ഏജും തമ്മിൽ കണക്ഷൻ എന്താ, സ്റ്റുഡന്റിന്റെ ഏജിനെക്കാളും 20 വയസ്സ് കൂടുതലാണ് ടീച്ചറിന്. സോ സ്റ്റുഡന്റ് ഏജ് എക്സ് ആണെങ്കിൽ ടീച്ചറിന്റെ ഏജ് എന്തായിരിക്കും, x+20 ആയിരിക്കും. ഇനി ഒരു ടീച്ചറും 3 സ്റ്റുഡൻസിന്റെ ഏജിന്റെയും ആവറേജ് വന്നത് എത്രയാണ്, നമുക്ക് 80 years ആണ്. അപ്പൊ നമുക്ക് എന്താ ഇവിടെ മൊത്തം ഒരു സ്റ്റുഡന്റിന്റെ ഏജ്, 3 സ്റ്റുഡൻസിന്റെ ഏജ് 3x, അതിന്റെ കൂടെ ടീച്ചറിന്റെ ഏജ് x+20, ഇത്രയും ആണ് ഇവരുടെ ഏജിന്റെ സം വരിക. ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ എന്തിന് ഈക്വൽ ആണ്, ആവറേജ് എടുക്കുമ്പോൾ 20ക്ക് ഈക്വൽ ആണ്. ഈ ഒരു കാര്യം മനസ്സിലായോ? ടീച്ചറിന്റെ ഏജ് പ്ലസ് 3 സ്റ്റുഡൻസിന്റെ ഏജ് ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പം 20 ആവറേജിന് ഈക്വൽ ആണ്. ഈ 4 ഇങ്ങോട്ട് പോകും. സോ എന്താവും, x+20+3x is equal to 80 എന്ന് വരും. എക്സും 3x സം ചെയ്യാൻ പറ്റും. 4x+20 is equal to 80 എന്ന് കിട്ടും. ഈ 20 അപ്പുറത്തേക്ക് പോകുമ്പോൾ 4x is equal to 80 minus 20, 4x is equal to 60 എന്ന് കിട്ടും. 4x is equal to 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is equal to 60 divided by 4, x is equal to 15 എന്ന് കിട്ടും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ ഏജ് ആണ്. ഒരു സ്റ്റുഡന്റിന്റെ ഏജ് എന്താ, 15 വയസ്സാണ്. നമ്മളിവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഇസ് ദ ഏജ് ഓഫ് ടീച്ചർ. ഒരു സ്റ്റുഡന്റിന്റെ ഏജ് 15 ആണെങ്കിൽ അതിനേക്കാളും 20 വയസ്സാണ് ടീച്ചറിന്. സോ എന്താ 15+20, 35 വയസ്സാണ് ടീച്ചറിന്. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ, ക്ലിയർ ആണോ? സാർ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത്. ഒന്നുമില്ല, നമുക്ക് ഈ കാര്യം കിട്ടിയോ, എക്സ് പ്ലസ് ഈ ഞാൻ ബോക്സിലിട്ട കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നോ, x+20+3x is equal സാർ divided by 4 is ഇല്ല സാർ, ഇല്ല സാർ. ഒന്നുമില്ല. നമുക്കിവിടെ പറഞ്ഞ കാര്യം നോക്കി നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ നോക്കാം. ഞാൻ ഒന്നുകൂടി എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താ ഒരു സ്റ്റുഡന്റ് ഏജ് എക്സ്, ഒരു ടീച്ചറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ഏജിനെക്കാളും 20 വയസ്സ് കൂടുതൽ. അപ്പൊ ഒരു ടീച്ചറിന്റെ ഏജ് എന്താ
x+20. ഇവിടെ ഒരു സ്റ്റുഡന്റ് അല്ല 3 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഏജുകളുടെ സം എന്തായിരിക്കും? 3x ആയിരിക്കും. 3x ഇതാണ് സ്റ്റുഡൻസിന്റെ ഏജുകളുടെ എല്ലാം സം. ഇത് ടീച്ചറിന്റെ ഏജ്. ഇവർ ആവറേജ് എങ്ങനെ എടുക്കുക? ടീച്ചറിന്റെ ഏജ് പ്ലസ് 3 സ്റ്റുഡൻസിന്റെ ഏജ്. എത്ര പേരുണ്ട്? മൊത്തം 4 പേര്. ഇതാണ് ആവറേജ്. ഇത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞേ? 20ക്ക് ഈക്വൽ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സാർ ഓക്കെ ക്ലിയർ ആണോ? ആണ്. ഇപ്പൊ പറഞ്ഞേ. x+20 എന്ന് പറയാൻ കാരണം എന്താ? ഒരു സ്റ്റുഡന്റ് ഏജ് എക്സ് ആണെങ്കിൽ അതിനേക്കാളും 20 വയസ്സാണ് ടീച്ചറിന് കൂടുതൽ. അപ്പം സ്റ്റുഡന്റ് ഏജ് എക്സ് ആണെങ്കിൽ x+20 ആയിരിക്കും ടീച്ചറിന്റെ ഏജ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഈ 4 ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താവും? x+20+3x = 4 × 20 80 ആവും. ഇനി ഈ എക്സും 3x ആഡ് ചെയ്യുമ്പോൾ 4x ആവും. 4x+20 = 80. 4x ഈ 20 ഇങ്ങോട്ട് പോകുമ്പോൾ 80 - 20 60 ആവും. x = 60/4 15 കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ ഏജാ. അത് 15 കിട്ടി. ഇനി ടീച്ചറും സ്റ്റുഡന്റ് ഏജ് തമ്മിൽ കണക്ഷൻ എന്താ? അതിനേക്കാളും 20 വയസ്സ് ഒരു സ്റ്റുഡന്റിനെക്കാളും 20 വയസ്സ് കൂടുതലാണ് ടീച്ചറിന്. അപ്പൊ എന്താ? 15 + 20 എന്താ? 35. സി വിൽ ബി ദി ആൻസർ. റെഡി ആവുന്നുണ്ടോ? ഓക്കെ. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 40 ആണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 40 ചെയ്ത് നോക്കിയേ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? 40. ക്വസ്റ്റ്യൻ നമ്പർ 40 ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നോ? പെർസെൻറ്റേജ് പഠിച്ചതാണ്. പെർസെൻറ്റേജിൽ ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഓക്കെ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരാള് ഒരു കാറ് വാങ്ങി. ഒരു കാർ ഏതോ ഒരു എമൗണ്ടിന് വാങ്ങി. എന്നിട്ട് ആ കാർ വിറ്റത് 3 ലക്ഷം രൂപയ്ക്കാണ്. ആൻഡ് ഹി ഇൻകേർഡ് എ ലോസ് ഓഫ് 20%. കാർ ഏതോ ഒരു എമൗണ്ടിന് വാങ്ങി. പക്ഷെ അത് 3 ലക്ഷത്തിന് വിറ്റപ്പം 20% നഷ്ടമുണ്ടായി. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കാർ വാങ്ങാൻ അയാൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാ ചോദിച്ചിട്ടില്ല. ആ കാറ് വാങ്ങാൻ അയാൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? ഓക്കെ. അപ്പൊ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ആ കാർ വാങ്ങിയ എമൗണ്ടിൽ നിന്നും പിന്നെ 3 ലക്ഷത്തിന് വിറ്റപ്പം പഴയ വിലേനെക്കാളും നഷ്ടം ഉണ്ടായെന്ന് പറയുമ്പോ എന്താ? പഴയ 20% നഷ്ടം വെച്ചാൽ പഴയ വില വെച്ച് നോക്കുമ്പോൾ 20% നഷ്ടം എന്നല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ വിലേനേക്കാളും 20% നഷ്ടമായിട്ടുള്ള എമൗണ്ട് ആണ് 3 ലക്ഷം. അതായത് 20% നഷ്ടം പറഞ്ഞാൽ എക്സ് ആണ് പഴയ എമൗണ്ട് എങ്കിൽ എക്സ് ഇൻറ്റു 20% പറയുമ്പോൾ എക്സ് എന്താ? 100 - 20 80/100 = 3 lakhs എഴുതാൻ പറ്റും. പഴയ എമൗണ്ടിന്റെ 80% ഈക്വൽ ആണ് എന്ത്? 3 ലക്ഷം. 20% നഷ്ടം എന്നുള്ളത് കാണിച്ചതാണ്. പഴയ വിലേന്റെ 20% ലോസ് പറയുമ്പോൾ 100 - 20 നമ്മൾ അത് ചെയ്യാറുണ്ടായിരുന്നു പെർസെൻറ്റേജ് പറഞ്ഞ ചാപ്റ്ററിൽ. ഓക്കെ. പഴയ വിലേനേക്കാളും 20% ലെസ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 100 - 20/100. സോ എക്സ് ഇൻറ്റു 80/100 = 3 lakhs. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? പറഞ്ഞേ. അത് ഓക്കെ ക്ലിയർ ആവുന്നു. ആണ് സർ. അപ്പൊ എന്താ? ഇത് സോൾവ് ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എക്സ് ആണ് പഴയ വില. സോ 3 lakhs ഉണ്ട് ഇൻറ്റു 100 ഉണ്ട് /80 ഉണ്ട്. ഞാൻ ഈ സീറോയും കളയുന്നു. 100ഉം 8ഉം 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. 4 കൊണ്ട് 100 കട്ട് ചെയ്താൽ ഇവിടെ 25 വരും. ഇനി ഈ 2ഉം ഇവിടെ 30,000 ഉണ്ട്. സോ 30,000 ഇൻറ്റു 25/2 എന്നുണ്ട്. ഇതും കട്ട് ചെയ്താൽ 15,000 വരും. ഇനി എന്താ? 15,000 ഡിനോമിനേറ്റർ എല്ലാം പോയി. 15,000 × 25 25 × 15 ചെയ്യാം. 5 5 25 2 ബാലൻസ് 5 2 10 125 വരും. ഇവിടെ 25 വരും. ഇവിടെ 5 വരും. ഇവിടെ 7 വരും. 375. ബാക്കി 3 zeros ഇട്ട് കൊടുക്കണം. സോ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 3,75,000. അതാണ് ആ കാറിന്റെ പഴയ വില. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. റെഡിയാണോ? പറഞ്ഞേ. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ.
47 നോക്കി അടുത്ത ഈസി ക്വസ്റ്റ്യൻ 47 ആണ്. 47. ഓക്കെ. ഫോർട്ടി സെവൻ കിട്ടിയിട്ടുണ്ടായിരുന്നോ പറഞ്ഞേ? 47. 47 ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഓൾ ദി ഓപ്ഷൻസ് ആർ ഈക്വലി ഗുഡ് ഫോർ ദി കസ്റ്റമർ. ഇവിടെ എന്താ പറഞ്ഞല്ലേ, ഒരു ഷോപ്പ് ഓണർ ഒരു കസ്റ്റമറോട് പറയാണ്, ഞാൻ ഒരു ഡിഫറെന്റ് പാറ്റേൺസിൽ 3 രീതിയിൽ അയാൾക്ക് ഡിസ്കൗണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കപ്പം ഷോപ്പ് ഓണർ ഫസ്റ്റ് പറയുന്നത് വെച്ചാല് ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസിൽ സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10%, 20%, പിന്നെ അവസാനം എന്ത് ചെയ്യണം, ഒരു ദെൻ പേ സർവീസ് ടാക്സ് ഓഫ് 10%. ഓക്കെ. ആദ്യം ഫസ്റ്റത്തെ ഓഫറിൽ പറയുന്നുണ്ട് ഒരു 10% ഡിസ്കൗണ്ട് തരാം, പിന്നെ ഒരു 20% ഡിസ്കൗണ്ട് തരാം, പിന്നെ അവസാനം എന്ത് ചെയ്യണം, ഒരു 10% എന്ത് ചെയ്യണം, അവസാനത്തെ എമൗണ്ടിനോട് ഒരു 10% എന്തായിട്ട് അടയ്ക്കണം, സർവീസ് ടാക്സ്. ഒരു അവസാനം 10% സർവീസ് ടാക്സ് അടയ്ക്കണം. പിന്നെ പറയുന്നുണ്ട് സെക്കൻഡ് ഓഫറിൽ പറയുന്നുണ്ട് ഒരു സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 20%, പിന്നെ ഒരു 10% തരാം, പിന്നെ അവസാനം ഒരു സർവീസ് ടാക്സ് ആയിട്ട് 10% അടയ്ക്കണം. പിന്നെ അടുത്തതിൽ പറയുന്നുണ്ട് എന്താണ്, ആദ്യം ഒരു സർവീസ് ടാക്സ് ആയി 10% എന്താണെന്ന് അടയ്ക്കണം, പിന്നെ അതിനുശേഷം സക്സസീവ് ഡിസ്കൗണ്ട് ആയി 20%, 10% അടയ്ക്കാം. നമുക്ക് തൽക്കാലം ഈ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റത്തെ 100 രൂപയാണെന്ന് വിചാരിക്കാം. ഫസ്റ്റത്തെ ഓഫർ അനുസരിച്ച് 100 രൂപയ്ക്ക് 10% ഡിസ്കൗണ്ട് പറയുമ്പോൾ 90/100 ഉണ്ടാവും. പിന്നെ 20% ഡിസ്കൗണ്ട് പറയുമ്പോൾ 80/100 ഉണ്ടാവും. പിന്നെ അവസാനം ഒരു 10% സർവീസ് ടാക്സ് അടയ്ക്കാൻ പറയുന്ന ഇൻറ്റു 10% മോർ പറയുമ്പോൾ 110/100. ഇതാണ് ഫസ്റ്റിന്റെ കാൽക്കുലേഷൻ വരിക. 10% ഡിസ്കൗണ്ട് വരുമ്പോൾ ആദ്യം 100 - 10/100, അതുകൊണ്ടാണ് 90/100 മൾട്ടിപ്ലൈ ചെയ്തത്. പിന്നെ 20% ഡിസ്കൗണ്ട് പറയുമ്പോൾ 100 - 20/100, 80/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഒരു 10% ഹയർ എമൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 100 + 10/100, 110/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഫസ്റ്റിന്റെ കാൽക്കുലേഷൻ വരിക. സെക്കൻഡ് സാധനത്തിനും പ്രൊഡക്റ്റിന്റെ വില എന്താ, 100 രൂപ തന്നെ. ആദ്യം ഒരു 20% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 80/100 വരും. പിന്നെ ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 90/100 വരും. പിന്നെ അവസാനം ഒരു 10% എന്ത് ചെയ്യണം, സർവീസ് ടാക്സ് അടയ്ക്കണം. ഇതാണ് സെക്കൻഡിന്റെ കാൽക്കുലേഷൻ വരിക. തേർഡ് പറയുമ്പോൾ ആദ്യം ഒരു 10% ടാക്സ് അടയ്ക്കണം, പിന്നെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള 80% കൊടുത്തു, പിന്നെന്താ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഈ മൂന്നും നോക്കി എല്ലാം സെയിം അല്ലേ, എങ്ങനെ കൊടുത്താലും ആൻഡ് ഫൈനൽ വാല്യൂ എന്താ, സെയിം അല്ലേ വരിക. അപ്പം ഈ ഏത് രീതിയിൽ കൊടുത്താലും എന്താണ് ഇതിലെന്താ, ഫസ്റ്റ് ഇസ് ദ ഓൺലി ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് തെറ്റാണ്. സെക്കൻഡ് ഇസ് ദ ഓൺലി ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളത് തെറ്റാണ്. തേർഡ് ഇസ് ദ ഓൺലി ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളത് തെറ്റാണ്. ഇതിലെന്താ, കാരണം മൂന്നും സെയിം സാധനം. അപ്പൊ എന്താ, ഈ കസ്റ്റമറിന് എങ്ങനെ ഈ 3 ഓഫർ ഏത് കിട്ടിയാലും ഇയാൾക്ക് ഈക്വലി ഗുഡാ. എന്താ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇത് നമ്മുടെ കണ്ടിന്യൂസ് ഇൻക്രീസ് ഡിക്രീസ് എന്ന കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ? റെഡിയാണോ? 48 നോക്കിയേ. 48, ക്വസ്റ്റ്യൻ നമ്പർ 48. ഈസി കാറ്റഗറിയാണ്. ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? ജസ്റ്റ് ആ അറേഞ്ച്മെന്റ് ഒന്ന് എഴുതി നോക്കാം. ചെയ്യാൻ പറ്റിയിരുന്നു സർ. ഓക്കെ. ഓക്കെ.
ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെറ്റേഴ്സ് ഫ്രം എ ടു സെഡ് ആർ നമ്പേർഡ് ഫ്രം 1 to 26 റെസ്പെക്റ്റീവ്ലി. ഇഫ് GHI, അത് ഈ ഇത് ഇങ്ങനൊന്നും അവർക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അവർക്ക് നമുക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടി അതൊക്കെ ഒരു ചെയ്യുന്നേ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മൾ മിസ് ഔട്ട് ആവരുത്. കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം 1 to 26 നമ്പർ കൊടുക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇവർക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇഫ് GHIയുടെ കോഡ് ഇതാണ്, ബാക്കിയുള്ള കോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവർ നമുക്ക് എളുപ്പമാക്കുമ്പോൾ നമ്മൾ ആ അനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ ഒക്കെ സ്ട്രോങ് ആക്കുക. ഇതൊക്കെ ഈ ഇത്രയും ഹെൽപ്പൊക്കെ 2020 ഉള്ളൂ. പിന്നീട് അവിടെ ഈ ഹെൽപ്പും ഇല്ല. ആ കാര്യം അതും ശ്രദ്ധിക്കുക. ഇവിടെ GHIയുടെ ആൻസർ 1578 ആണ്. GHI കോഡ് ചെയ്ത് 1578 എന്നാണ് അവർ തന്ന കോഡ്. അതേപോലെ DEF കോഡ് ചെയ്തിട്ടുള്ളത് 912 ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ GHI എന്ന് പറഞ്ഞ 3 ലെറ്റർ വേർഡ് കോഡ് ചെയ്തപ്പോൾ 4 നമ്പേഴ്സ് വന്നു. DF കോഡ് ചെയ്തപ്പോൾ 3 പേർക്ക് കോഡ് ചെയ്തപ്പോൾ 3 പേരേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഇവര് ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്, നിങ്ങളിത് ആൽഫബറ്റ്സ് നമ്പർ വെച്ചിട്ട് കോഡ് ചെയ്തിട്ട് അതിൽ റിലേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാൻ. GHIയുടെ നോർമൽ കോഡ് നോക്കിയേ. നോർമലായിട്ട് വരുമ്പോൾ എന്ത് വരും? 789 ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, 1578 എഴുതിയിട്ടുള്ളത്. DF നോർമലായിട്ട് എഴുതുമ്പോൾ 456 വരും. അത് എന്ത് ചെയ്ത് 912. ഇതെങ്ങനെ റിലേഷൻ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ. കുറച്ച് പേര് യെസ് എന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. 456 912 വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ആൻസർ കിട്ടുക. 450യുടെ ഡബിൾ ആണ് 900. 456 ഡബിൾ ഒന്ന് എടുത്ത് നോക്കിയേ. 456 ഡബിൾ 6 2s 12, 1 5 2s 10, 11 വരും. 4 2s 8 + 1 912 കിട്ടി. അപ്പൊ എന്താ മനസ്സിലായി? നോർമൽ കോഡ് എഴുതുക, അതിന് ഡബിൾ എടുക്കുക. അതേപോലെ തന്നെ അല്ലേ 789 ഡബിൾ എടുത്ത് നോക്കിയേ. 9 2s 18, 1 balance. 8 2s 16 + 1 17, 1 balance. 7 2s 14 + 1 1578. അപ്പൊ എന്താ, ഒരു പുതിയ സാധനം കോഡ് ചെയ്യണമെങ്കിൽ നോർമൽ കോഡ് എഴുതുക, എന്നിട്ട് ഡബിൾ ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. ഇവർ എന്തിന്റെ കോഡാ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ABCയുടെ. ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഇവിടെ WXYZ അതിന്റെ കോഡ് കണ്ടുപിടിക്കാൻ പറയായിരുന്നു, കുറച്ചുകൂടി കാൽക്കുലേഷൻസ് ചെയ്യുന്ന രീതിയിൽ. അതും അവർ ചെയ്തില്ല. കാരണം എന്താ, 1 2 3 ഡബിൾ പറഞ്ഞാൽ എന്താ 246 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 48ന്റെ ആൻസർ എന്താ? D. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനീഷ്യലി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ്സിലോ 20 സെക്കൻഡ്സിലോ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന് കൊടുക്കുന്ന സമയം നമുക്ക് സേവ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊടുക്കാം. അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഐഡന്റിഫിക്കേഷനും നമ്മൾ എവിടേക്കാണ് ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിൽ ഒരു ബെനിഫിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ കോഡിങ് കാര്യമാണ്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. അത് കറക്റ്റ് ആക്കിയിരുന്നു സർ. ഓക്കെ, അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ള ACPQ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ അറേഞ്ച്മെന്റ് വെച്ച് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ACPQ കൊടുത്തിട്ടുള്ളത് ബെസു എന്നാണ്. ഓക്കെ, ACPQ കൊടുത്തിട്ടുള്ളത് BESU എന്നാണ്. അതേപോലെ കൊടുത്തിട്ടുള്ളത് MNGI എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത്. MNGI എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്താ? ACPQ എന്ന് പറഞ്ഞാൽ കോഡ് ചെയ്തിട്ടുള്ള ബെസു എന്നാണ്. അപ്പൊ MNGI അറ്റിന്റെ സ്പേസിൽ എന്താ വരാന്നാ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ ഇപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് ACPQ പറഞ്ഞാൽ ബെസു എന്നാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം മനസ്സിലാക്കുക. ACPQ എന്ന് പറഞ്ഞാൽ ബെസു എന്നാണ്. അതേപോലെ MNGI എന്ന് പറഞ്ഞാൽ അറ്റിനാ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ACPQ എന്ന് പറയുമ്പോൾ റിലേഷൻ നോക്കുക. എന്ന് +1 ആണ്, സിന്ന് ഇയിലേക്ക് +2 ആണ്, പിന്ന് എസിലേക്ക് +3 ആണ്, ക്യൂവിൽ നിന്ന് യുവിലേക്ക് +4 ആണ്. അപ്പൊ അതേ റിലേഷൻ ആയിരിക്കും ഇവിടെയും ഫോളോ ചെയ്യുക. എമ്മിൽ നിന്ന് +1 വരുമ്പോൾ N വരും, എന്നിൽ നിന്ന് +2 ചെയ്യുമ്പോൾ P വരും, ജിയിൽ നിന്ന് +3 ചെയ്യുമ്പോൾ J വരും, ഐയിൽ നിന്ന് +4 ചെയ്യുമ്പോൾ 13 വരും, NPJM വരും. So option D will be the answer. Okay ആണോ? 49D. ചെയ്തു സർ. 49D. അത് ചെയ്തു, കിട്ടി. ഓക്കെ, അടുത്ത 50 ആണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? 50. അത് ചെയ്യാൻ പറ്റിയിരുന്നു സർ. ഓക്കെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ഒന്നുമില്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ ഏത് നമ്പറാണ് ഗ്രേറ്റസ്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം 4²
ഒരു മിനിറ്റ്, 4² എന്നുള്ള നമ്പർ നമ്മൾ പിന്നെ 4² എഴുതി. അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ 4⁻² എന്നാണ്. അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/4 എന്ന് വരും. പക്ഷെ എന്താ 1/4 ഡിവൈഡഡ് ബൈ താഴത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? ഒരു മിനിറ്റ് 1/4 -2 എന്ന് വരും. ഓക്കെ, അതിൻ്റെത് ഒരു മിനിറ്റ് ക്ലിയർ അതല്ല. 4² നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് 1/4² തന്നെ വരും. ഇനി ഇതിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 1/4² ആണെങ്കിൽ 4² നമ്മൾ താഴത്തോട്ട് എടുത്ത് 1/4² എന്ന് വരും. ഈ സാധനത്തിന് നമുക്ക് തിരിച്ച് ന്യൂമറേറ്ററിന് എഴുതണമെങ്കിൽ 4⁻² എന്ന് എഴുതാൻ പറ്റുള്ളൂ. ആ പവർ മുകളിലോട്ട് വരികയാണെങ്കിൽ -2 എന്ന് വരും. ഇനിയിപ്പോൾ 4⁻² ആണെങ്കിൽ അതിന് നമ്മൾ താഴത്തോട്ട് എഴുതി കഴിഞ്ഞാൽ 1/4² എന്നാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പൊ അതേ രീതിയിൽ നമ്മൾ ഇവിടെ തന്ന ഇൻഫോർമേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇവിടെ എന്ത് വരും? 1/1⁻6 ഡിവൈഡഡ് ബൈ 2⁻6 എന്നുണ്ടാവും. ഇത് 1⁻³ ഡിവൈഡഡ് ബൈ 4⁻³ എന്നുണ്ടാവും. ഇത് 1⁻4 ഡിവൈഡഡ് ബൈ 3⁻4 എന്നുണ്ടാവും. ഇത് 1⁻2 ഡിവൈഡഡ് ബൈ 6⁻2 എന്നുണ്ടാവും. ഇതൊക്കെ റെസിപ്രോക്കൽ എടുത്താൽ എല്ലാം പോസിറ്റീവ് ആവും. ഇതെന്താവും? 2⁻6 ഡിവൈഡഡ് ബൈ 1⁻6 എന്നാവും. ഇത് 4⁻3 ഡിവൈഡഡ് ബൈ 1⁻3 എന്നാവും. ഇത് 3⁻4 ഡിവൈഡഡ് ബൈ 1⁻4 എന്നാവും. ഇത് 6⁻2 ഡിവൈഡഡ് ബൈ 1⁻2 എന്നാവും. കാരണം ആ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ റേസ്റ്റ് പവർ എന്നുള്ള മൈനസ് ഉള്ളത് മാറും. കാരണം താഴത്തോട്ടും മേലോട്ടും പോകുമ്പോൾ. ഇതുവരെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഇതെന്താ? 2⁻6 ഡിവൈഡ് ബൈ 1⁻6 എന്താ? 2⁻6 ഈക്വൽ ആണ്. ഇത് 4⁻3 ഈക്വൽ ആണ്. ഇത് പറഞ്ഞാൽ എന്താ? 3⁻4 ഈക്വൽ ആണ്. ഇത് 6² ആണ്. ഈ 4⁻3 എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് 4 എനിക്ക് 2² എഴുതാൻ പറ്റും. ഇത് whole⁻3 എന്നാണ് ഇത് രണ്ടാമത്തത്. അപ്പം നമ്മൾ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കുക. a⁻m the whole⁻n എന്ന് പറഞ്ഞാൽ a⁻m into n എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അതേ പ്രോപ്പർട്ടി വെച്ച് അപ്ലൈ ആണെങ്കിൽ ഇതെന്താ? 2⁻6 എഴുതാൻ പറ്റും ഈ 4⁻3നെ. അപ്പം ഇനി ഇവിടെ ഓക്കെ, 6² എന്ന് പറഞ്ഞാൽ എനിക്ക് 36 ആണ് ആൻസർ. 3⁻4 എന്ന് പറഞ്ഞാൽ 3² into 3² എന്നാണ്. അതെന്താ? 81 ആൻസർ ഉണ്ടാവും. 2⁻6 എന്ന് പറഞ്ഞാൽ 2³ into 2³ എന്നാണ്. അതെന്താ? 64 ഉണ്ടാവും. ഇതും എന്താ? 64 എന്നാണ്. ഇതിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ എന്താ? ലാർജസ്റ്റ് നമ്പർ എന്താ? 81 ആൻസർ വരുന്നതാണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? റെഡി ആണോ? പറഞ്ഞേ. ഓക്കെ. 50 കഴിഞ്ഞാൽ 52 ആണ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. 52 ഓക്കെ, 52 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? 52 സ്കിപ്പ് ആയിപ്പോയി സാർ. ഇല്ല സാർ, അത് സ്കിപ്പ് ചെയ്യാൻ ചെയ്യരുത്. പറ്റിയില്ല. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് എല്ലാ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ്. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് for which period was natural growth rate maximum? natural growth rate മാക്സിമം ആയിട്ടുള്ള പീരീഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏത് പീരീഡിലാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് മാക്സിമം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എപ്പോഴും ഉണ്ടാവുക? ഗ്രോത്ത് റേറ്റ് മാക്സിമം എപ്പോഴാണ്? ബർത്ത് റേറ്റ് ഹൈയും ഡെത്ത് റേറ്റ് കുറവുള്ളപ്പോഴായിരിക്കും. അത് ഓക്കെയാണോ? ആളുകൾ ജീവിക്കുമ്പോഴാണ് എന്താണ് ഗ്രോത്ത് റേറ്റ് മാക്സിമം എന്ന് പറയാൻ പറ്റുക. അല്ല, അവിടെ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രോത്ത് റേറ്റ് കുറവാന്നാ പറയാം. ക്ലിയർ അല്ലേ? ബർത്ത് റേറ്റ്, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റും കുറവായിരിക്കണം. അതല്ലെങ്കിൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കണം? ഹയർ ആയിരിക്കണം. അപ്പം എന്തായിരിക്കും? ഗ്രോത്ത് റേറ്റ് കൂടുതലായിരിക്കും. ആ പോയിന്റ് ഓക്കെ ആണോ? പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാല് നമ്മൾ ഈ തന്ന ഇപ്പൊ എന്താ 1 2 3 4 5 6 7 7 കൊല്ലത്തിന്റെ ഡാറ്റ വന്നിട്ടുണ്ട്. ഈ 7 കൊല്ലത്തില് എവിടെയാണെന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓപ്ഷനിൽ എന്താ 4 ഇയേഴ്സേ ഉള്ളൂ. ആ 4 ഇയേഴ്സിൽ
നമ്മളിവിടെ തന്നിട്ടുള്ള മൊത്തം ഡാറ്റയിൽ എവിടെ ഹയർ എന്നല്ല, ഈ 4 ഓപ്ഷനിൽ എവിടെയാണ് ഹയർ എന്ന് മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പൊ ആ 4 ഓപ്ഷനിലെ കേസ് മാത്രം എടുക്കുക. 4 ഓപ്ഷനിലെ കേസ് എടുക്കുമ്പോൾ 1911-ലും 921-ലും ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഡിഫറൻസ് നോക്കുക. 19 ഇതിന്റെ ഡാറ്റ എടുക്കുമ്പോൾ 48.1-ഉം 35.5 തമ്മിൽ ഡിഫറൻസ് നോക്കുക. ഇവിടെ എന്ത് വരും? ഇവിടെ ബോർ ചെയ്യുമ്പോൾ 11 ആവും. 11-ൽ 11 - 5 6 വരും. ഇവിടെ ഇവിടെ 7 ആയിട്ടുണ്ടാവും. 7-ന്ന് 5 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2 വരും. 12.6 ആണ് ഇതിന്റെ വാല്യൂ. ഇവിടെ ബർത്ത് റേറ്റും തമ്മിൽ ഡിഫറൻസ് 12.6 ആണ്. 1941-ഉം തമ്മിൽ ഡിഫറൻസ് ആണ് 39.9 ഡിവൈഡഡ് ബൈ 27. സബ്ട്രാക്റ്റഡ് ബൈ 27.4. ഇവിടെ എന്ത് വരും? 0.5 വരും. 9-ന്ന് 7 പോയാൽ 2 വരും. 12.5 വരും. ഓക്കെ. 1961-ഉം അതേപോലെ 1971 തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ 41.1-ഉം 18.9. നമുക്ക് നോക്കുമ്പം 41 ആണ്, ഇവിടെ 18 ആണ്. നല്ല ഡിഫറൻസ് ഉണ്ടാവും വിചാരിക്കും. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യുക, കാരണം ഈ ക്വസ്റ്റിന്റെ വേറൊരു ആ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത് ഇത് ഫൈനൽ കാൽക്കുലേഷൻ കൂടി നടത്തുമ്പോഴാണ്. സോ 41.1 ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 11 ആവും, 2 വരും. ഇവിടെ 0 ആവും. 40-ന്ന് 18 പോയി കഴിഞ്ഞാൽ 22.2. ഇത് ഇവിടുത്തെ ആൻസർ 22.2 ആണ്. നമുക്ക് കാണുമ്പോൾ തോന്നും 41-ഉം 18-ഉം അല്ലേ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടെന്ന്. പക്ഷെ അടുത്ത ഓപ്ഷൻ കൂടി നോക്കിയേ. 37.1, 14.8. ഇവിടെ 11 ആകുമ്പോൾ 3 വന്നു. ഇവിടെ 36 ആയി. ഇവിടെ 2 വന്നു. 22.3. അപ്പോൾ ഇവിടെ ഏറ്റവും ഹ്യൂജ് ഡിഫറൻസ് എവിടെയാ വന്നത്? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിൽ ഡിഫറൻസ് ഇവിടെ ഒരു 0.1 ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ അതിൽ എന്തായി? 1971-ഉം 1981-ലാണ് ആ ഹ്യൂജ് ഡിഫറൻസ് വരുന്നത്. സാധാരണ UPSC ആ 0.1-ൽ നിന്നും ആൻസർ അങ്ങനെ മാറ്റാറില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? അത്രയും മൈന്യൂട്ട് കാൽക്കുലേഷനിൽ വരെ UPSC ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ ഓപ്ഷൻസ് തമ്മിൽ ഡിഫറൻസ് 0.1 ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ തമ്മിൽ ഫൈനൽ ആൻസർ തമ്മിൽ 0.1 ഡിഫറൻസേ ഉള്ളൂ. അതായത് അത്രയും സ്പെസിഫിക് ആയിട്ട് UPSC ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും നോക്കാറുണ്ട്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഗ്രോത്ത് റേറ്റ് മാക്സിമം എപ്പോഴാണ് ഉണ്ടാവുക? ഡെത്ത് റേറ്റും ബർത്ത് റേറ്റ് തമ്മിൽ ഡിഫറൻസ് ഹയർ ആവുമ്പോഴായിരിക്കും. പിന്നെ ഈ തന്ന 7 ഇയേഴ്സിൽ നോക്കണ്ട, 4 ഓപ്ഷനിൽ തന്ന ഇയേഴ്സ് തമ്മിൽ നോക്കിയാൽ മതി. അപ്പൊ അവരുടെ ഡാറ്റ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ആ കാര്യം കൂടി നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. പിന്നെ 0.1 ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ജസ്റ്റ് 41-ഉം 18-ഉം തമ്മിൽ നല്ല ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്, അപ്പം ഓപ്ഷൻ സി തന്നെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യരുത്. ക്ലിയർ ആവുന്നുണ്ടോ? 37-ഉം 14.8-ഉം 41.1-നേക്കാളും ഡിഫറൻസ് കൂടുതലുണ്ട്. ഒരു 0.1 ഡിഫറൻസ് ഹയർ ആണ്. ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ക്ലിയർ? റെഡി ആണോ? ക്ലിയർ സർ, ക്ലിയർ. അടുത്ത ഈസി ക്വസ്റ്റ്യൻ 54 ആണ്. 54 നോക്കിയേ. 54-ൽ നമുക്ക് ചില കാരണങ്ങൾ വെച്ച് ചില ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു സ്ട്രക്ചറിങ്ങിലൊരു ഇത് കിടക്കുന്നത്. സോൾവ് ചെയ്ത് നോക്കാം. What is the least 4-digit number when divided by 3, 4, 5 and 6 leaves a remainder 2 in each case? ഈ തന്ന 4 ഓപ്ഷനിൽ ഏത് നമ്പർ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് നമ്പർ? അത് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്താ? 3-നെ കൊണ്ടും 4-നെ കൊണ്ടും 5-നെ കൊണ്ടും 6-നെ കൊണ്ടും ഡിവൈഡ് ചെയ്താലും ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 2 റിമൈൻഡർ കിട്ടണം. അങ്ങനെ വരുന്ന നമ്പർ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? കാര്യം മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സർ അത് അപ്പൊ അന്നേരം ചെയ്തു, പക്ഷെ ചില എങ്ങനെയാന്ന് ഇപ്പൊ ഓർക്കുന്നില്ല. പക്ഷെ നമ്മള് ചില ഓപ്ഷൻ ഒരിക്കലും ആൻസറിൽ വരില്ല. കാരണം നമ്മൾ 3-നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 4-നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 5-നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 6-നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് വരണം? റിമൈൻഡർ എന്ത് വരണം? 2 വരണം. ഇവിടെ ഓപ്ഷൻ 1 നോക്കിയേ. 1 ഒരിക്കലും ഇതിൽ ആൻസർ പെടില്ല. 1 ആണ് ഇതിൽ എമംഗ് ദ ലീസ്റ്റ് നമ്പർ. പക്ഷെ ഇത് ഒരിക്കലും ആൻസർ ആവില്ല എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ 3-ന്റെ ഡിവിസിബിലിറ്റി റൂൾ പറഞ്ഞു, 6-ന്റെ പറഞ്ഞു, 2-ന്റെ പറഞ്ഞു. 2-ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ?
ഏതെങ്കിലും നമ്പർ ടൂവിനെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ആകെ ചെക്ക് ചെയ്യേണ്ടത് എന്താ, ആ നമ്പർ ഒന്നെങ്കിൽ ഈവൺ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുക, വൺസ് പ്ലേസിൽ ഈവൺ നമ്പർ വരിക, അതല്ലെങ്കിൽ വൺസ് പ്ലേസിൽ സീറോ വരിക. അതാണ് ടൂവിന്റെ റൂള്. ത്രീന്റെ റൂൾ എന്താ, ഏതെങ്കിലും നമ്പർ ത്രീനെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ആ നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം എടുത്ത് ആ വാല്യൂ ത്രീനെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ദി ഒറിജിനൽ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 3. ഇനി സിക്സിന്റെ റൂൾ എന്താ, ഏതെങ്കിലും നമ്പർ സിക്സിനെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ടത് എന്താ, ആ നമ്പർ ടൂവിനെ കൊണ്ട് ഡിവിസിബിൾ ആണോ അതേപോലെ ആ നമ്പർ ത്രീനെ കൊണ്ട് ഡിവിസിബിൾ ആണോ. ഇത് രണ്ടും ആണെങ്കിൽ എന്താ, ദി നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 6. ഇനി ഫോറിന്റെ റൂൾ ഒന്ന് പഠിച്ചോ. ഒരു നമ്പർ ഫോറിനെ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ആ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഫോറിനെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ദി എൻറ്റയർ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 4. ഇവിടെ 1012 എടുത്തപ്പം ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താ, 12 ആണ്. 12 ഫോറിനെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കും, ഫോറിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്ക് ഇവിടെ എടുക്കുന്ന നമ്പർ എന്തായിരിക്കും, ഫോറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 റിമൈൻഡർ കിട്ടണം. ഇതിലെന്താ, ഇത് കിട്ടില്ല. ഇവിടെ എടുക്കുന്ന ഏത് നമ്പർ എടുത്താലും ത്രീനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഫോറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഫൈവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും സിക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്തായിരിക്കണം, 2 റിമൈൻഡർ കിട്ടണം. ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് പറ്റില്ല. സോ ഇത് നമുക്ക് ഔട്ടാ, ഇയാളില്ല. കാരണം ഇയാൾ എന്താ, ഫോണിനെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പറാ. മനസ്സിലാവുന്നുണ്ടോ? കാര്യം കിട്ടിയോ? പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഒരാളെ കൂടി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇതേ ഒരു ഡിവിസിബിലിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട്. ആരാ പറഞ്ഞേ? ഡി. ഡി. കാരണം എന്താ, അത് ആരെ കൂടെ ഡിവിസിബിൾ ആവുക, ആരെ കൊണ്ടാണ് അത് ഡിവിസിബിൾ 2 ആവുക? പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 7 കിട്ടുന്നു. അത് എന്തായാലും 7 അല്ല, 7 അല്ല, അതല്ല. നമുക്ക് സി ആണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക. സി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഡിജിറ്റുകളുടെ സം എടുത്ത് 1 + 1 + 2 + 2 എന്താണ്, 6 സം വരും. അതെന്താ, അതിനർത്ഥം എന്താ, സി പറഞ്ഞ നമ്പർ എന്താ, ത്രീനെ കൊണ്ട് ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് നമുക്ക് ഈ ഗ്രൂപ്പിൽ പെടാൻ പറ്റില്ല. അപ്പൊ അത് റിമൂവ് ആയി. ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് എന്താ, ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്താ, എമംഗ് ദി നമ്പേഴ്സ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പറാണ് വേണ്ടത്. ഈ നമ്പർ 5 കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരും, അത് ഉറപ്പായി. പിന്നെ നമുക്ക് ഈ നമ്പർ ത്രീനെ കൊണ്ട് ഡിവിസിബിൾ അല്ല എന്നറിയാം. ഇനി നമുക്ക് എന്താ, ത്രീനെ കൊണ്ട് അപ്പോൾ എമംഗ് ദ ലീസ്റ്റ് നമ്പറിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ത്രീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 3 വന്നു, 9 വന്നു, 12 വന്നു, 4 വന്നു, 12 വന്നു, 2 റിമൈൻഡർ വന്നു. ഈ നമ്പർ 5നെ കൊണ്ട് എന്തായാലും ഡിവിസിബിൾ അല്ല, ത്രീനെ കൊണ്ട് എന്തായാലും ഡിവിസിബിൾ അല്ല. അപ്പോൾ 3നെ കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് 6നെ കൊണ്ട് ഡിവിസിബിൾ ആവില്ല. പക്ഷെ 2 റിമൈൻഡർ വരുമെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെന്താ, 4നെ കൊണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ എന്ത് വരും, 4നെ കൊണ്ട് ഡിവിസിബിൾ അല്ല മനസ്സിലായി, 2 റിമൈൻഡർ വരുമോ നോക്കണം. ഇവിടെ എന്താ, 2 വരും, 8 വരും, 22 വരും, 5 വരും, 20 വരും, എഗെയിൻ 22 ഉണ്ടാവും, എഗെയിൻ 2 റിമൈൻഡർ വരും. അപ്പൊ ഇതും 4നെ കൊണ്ട് ഡിവിസിബിൾ അല്ല, 2 റിമൈൻഡർ വരുന്നുണ്ട്. പിന്നെന്താ, 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, 2 റിമൈൻഡർ വരുന്നുണ്ട് നോക്കുക. ഇവിടെ 1 വരും, 6 വരും, 4 വരും, 42 വരും, 7 വരും, 42 വരും, 2 റിമൈൻഡർ വരും. അപ്പം എമംഗ് ദി ഗ്രൂപ്പ് 2 നമ്പേഴ്സ് ലാസ്റ്റ് വന്നു. നമുക്ക് എപ്പോഴും ലീസ്റ്റ് നമ്പർ വരും, ആദ്യം ലീസ്റ്റ് നമ്പറിനെ ചെക്ക് ചെയ്യുക, എന്നിട്ട് മറ്റേതിലേക്ക് പോവുക. ലീസ്റ്റ് നമ്പറിനെ ചെക്ക് ചെയ്തപ്പോൾ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എല്ലാ സിറ്റുവേഷനിലും എന്താ, 2 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പം അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്തുകൊണ്ട് പോകാൻ ആവശ്യമില്ല. ഇവിടെ ആൻസർ എന്താ, ബി ആണ്. കാരണം ഇവിടെ ഒരു ക്വസ്റ്റിന് ഒരു ആൻസർ അല്ലേ ഉണ്ടാവുള്ളൂ. ഇതെന്താ, ഇത് ആൻസർ ആണെങ്കിൽ പിന്നെ ഇത് ആൻസർ ആവില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? റെഡി ആണോ? പറഞ്ഞേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 57 ആണ്. 57 അവിടെ വെക്കട്ടെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. 59 നോക്കിയേ. 57 റേഷ്യോസ് ആണ്, അവിടെ നിൽക്കട്ടെ. 59 നോക്കിയേ. 59 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 59 പറഞ്ഞേ. അത് കറക്റ്റ് ആയിരുന്നു സാർ ചെയ്തപ്പോൾ. ഓക്കെ ഓക്കെ, നമുക്ക് 59 കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇൻ എ ക്ലാസ് ദർ ആർ 3 ഗ്രൂപ്പ്സ് എ, ബി ആൻഡ് സി. ഇപ്പൊ ഒരു ക്ലാസ്സിൽ എന്താ, എ പറഞ്ഞ ഗ്രൂപ്പുള്ള ഒരു ക്ലാസ് എമംഗ് ഇത് ക്ലാസ് 1, 1-ാം ക്ലാസ്, ഒരു സ്കൂളിലെ 1-ാം ക്ലാസ്
ഒന്നാം ക്ലാസ്സിലെ ഒരു ഡിവിഷൻ, ആ സ്കൂളിൽ ഒരു ഡിവിഷനേ ഉള്ളൂ, ഒന്നാം ക്ലാസ്സിൽ ഒരു ഡിവിഷനേ ഉള്ളൂ. ആ ഡിവിഷനിൽ എന്ത് ചെയ്തു, ആ ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ട് വിചാരിച്ചു. ആ 40 കുട്ടികളുടെ ഇടയിൽ 3 ഗ്രൂപ്പാക്കി. എന്തെങ്കിലും ആർട്ട് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ സ്പോർട്സ് ഫെസ്റ്റിവലിനോ വേണ്ടി 3 ഗ്രൂപ്പാക്കി. എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, സി ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഈ one student from group A and 2 students from group B are shifted to. ഇവിടുന്ന് ഒരാളെ എങ്ങോട്ട് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇവിടുന്ന് 2 പേരെ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. Then what happens to the average weight of the students of the class? നമ്മളിപ്പം നോർമൽ സിറ്റുവേഷനിൽ ഈ ക്ലാസ്സിൽ മൊത്തം നോർമൽ സിറ്റുവേഷനിൽ ആവറേജ് കാണുമ്പോൾ ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവുക. ഇനി ഗ്രൂപ്പ് ആക്കിയിട്ടും ആവറേജ് കാണുമ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു സ്റ്റുഡന്റിനെ പോലും പുറത്തേക്ക് നിർത്തിയിട്ടില്ല, ഇന്റേണൽ ഷഫ്ലിംഗ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇനി വീണ്ടും ആഫ്റ്റർ ഇന്റേണൽ ഷഫ്ലിംഗ് ഇവരെ വീണ്ടും ആവറേജ് കാണുമ്പോഴും സെയിം പരിപാടിയല്ലേ, ടോട്ടൽ വെയിറ്റ് ബൈ 40 സ്റ്റുഡൻസ് ആണെങ്കിൽ ബൈ 40 തന്നെയല്ലേ ചെയ്യുക. ആരെയും നമ്മൾ പുറത്തേക്ക് മാറ്റിയിട്ടുമില്ല, ആരെയും ആഡ് ഓൺ ചെയ്തിട്ടുമില്ല. അപ്പൊ എന്താ, ആവറേജിൽ തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇവിടെ എന്താ പുറത്തുള്ള എന്താണ് ആവറേജ് സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഇൻക്രീസസ് ആണോ? അല്ല. ഡിക്രീസസ് ആണോ? അല്ല. ഇറ്റ് റിമൈൻസ് ദി സെയിം. നോ കൺക്ലൂഷൻ അല്ല. കാരണം എന്താ, കാരണം നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും, ഒരു സ്റ്റുഡന്റിനെ പോലും പുറത്താക്കിയിട്ടില്ല, ഒരു സ്റ്റുഡന്റിനെ പോലും ഉള്ളോട്ട് എടുത്തിട്ടില്ല. ആവറേജ് എന്തായിരിക്കും, അവിടെ തന്നെ ഉണ്ടാവും, കാരണം ഒരു ചേഞ്ചസും വരുത്തിയിട്ടുണ്ടാവില്ല. സോ ഇവിടുത്തെ ആൻസർ എന്താ, ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ആവറേജ് സെയിം ആയിരിക്കും. നേരത്തെ എന്താണോ ആവറേജ് ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കും ഇപ്പോഴും ആവറേജ്. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. റെഡി ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതേപോലെ നാളത്തെ ഡിസ്കഷനിൽ കുറച്ചുകൂടി 2020 PYQ ഇതേപോലെ ബാക്കി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാരിറ്റിയോടുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റും കാര്യങ്ങളും, നമ്മൾ ചില എക്സ്ട്രാ കോൺസെപ്റ്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. അതല്ലാതെ നിങ്ങളിപ്പം ഈ ഒരു ബേസിസിൽ വേണം നിങ്ങൾ ഇപ്പം ഇന്ന് പോയിട്ട് ചെയ്യേണ്ടത്, ഈ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുക. ഞാൻ അതിൽ നമ്പർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുക. അതൊക്കെ ഒന്നുകൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്തു നോക്കുക. അങ്ങനെ റെഡിയാക്കി വെക്കുക. പിന്നീട് നിങ്ങൾ അടുത്ത, ഞാനിത് കഴിഞ്ഞ് 2018 2019 ഡിസ്കഷനിൽ വരിക. അപ്പൊ അതും ആ പേപ്പറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയ ലേണിങ്സ് വെച്ചിട്ട് ആ പേപ്പർ ഒന്നുകൂടി സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ സോൾവ് ചെയ്യാത്തവരാണ് അങ്ങനെ ശ്രമിക്കുക. ഇനി ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചു എങ്ങനെയെങ്കിൽ അതിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇതേപോലെ ഇനിയുള്ള ലിമിറ്റഡ് ടൈമിൽ 45 ഡേയ്സിന് ഇനി നമുക്കിപ്പം ഡേ 40 April 14 നമുക്ക് 2025 ഉടനെ ചെയ്യാൻ പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ ഇതന്നെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നത് വെച്ചാൽ നമ്മൾ ചാപ്റ്റേഴ്സ് മൊത്തം ആവാത്തതുകൊണ്ടാണ്. നമുക്കത് 2025 കുറച്ചുകൂടി 2024 2023 ഒക്കെ ഹയർ ഓർഡർ ആണ്. അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബേസ് എല്ലാം ഒന്ന് റെഡി ആവണം. പക്ഷെ നമുക്കത് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമ്മളത് എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഉടനെ ചെയ്തിട്ട് കാര്യമില്ല, നമുക്കത് എഫക്റ്റീവ് ആവില്ല. ഓക്കെ, റെഡി ആണോ? ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയി തോന്നുന്നുണ്ടോ? എന്താ ഫീൽ ചെയ്യുന്നത് പറഞ്ഞേ? ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ? ഒരു ഒപ്പീനിയൻ വരട്ടെ. ഓക്കെ, കുഴപ്പമില്ല സാർ. കാര്യങ്ങള് പുതിയ നിങ്ങൾ ഇതുവരെ ഇപ്പൊ നമ്മള് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ട് PYQ ചെയ്യുമ്പോൾ ചാപ്റ്റേഴ്സ് അല്ല, സോൾവിങ് എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ധൃതിയിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ മിസ്റ്റേക്സ് അതാണ് തോന്നിയിട്ടുണ്ട്. ടൈം ഒരുപാട് എടുക്കും. നമുക്ക് അതങ്ങനെ തന്നെയാണ്. നമുക്ക് അല്ലെ പിന്നെ നമുക്ക് കാരണം നമ്മൾ പ്രോപ്പറായി ഡിസ്കസ് ചെയ്ത് നമുക്ക് ടൈം എടുക്കും. പക്ഷെ നമ്മൾ മാക്സിമം സ്പീഡ് ആക്കാൻ ശ്രമിക്കുന്നു. അല്ലെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ, പക്ഷെ പല ആളുകൾക്കും വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഡിഫിക്കൽട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഫക്റ്റീവ് ആവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല് പിന്നീട് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈം, അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ടൈം അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്താലേ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ആൻസർ മാത്രം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് മാറേണ്ടി വരും. പക്ഷെ നമുക്ക് ഇനീഷ്യൽ ആകുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഒന്ന് സ്ലോ ആക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി സോൾവ് ചെയ്ത് നിങ്ങൾ ക്ലാരിറ്റിയിൽ വരണം. സാർ ഈ ഇപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ സോൾവ് എനിക്ക് ചെയ്യാത്തതെല്ലാം വീണ്ടും ഒന്നും കൂടെ സോൾവ് ചെയ്യട്ടെ സാർ? നമ്മൾ തെറ്റിയതെല്ലാം കൂടെ. അത് ചെയ്തു നോക്കണം. അതാ ഞാൻ പറഞ്ഞത്. അപ്പോഴേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ എല്ലാം നമ്മളിപ്പോൾ സെഷനിൽ കവർ ചെയ്യും എന്ന രീതിയിലാവരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ഈ ഓക്കെ. ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ. സാർ. ഓക്കെ.
സോ നമുക്ക് നാളെ കുറച്ച് VYQ ചെയ്യാം. ബാക്കി നമ്മുടെ ചാപ്റ്റർ ഡിസ്കഷൻ അതുപോലെ പ്രോഗ്രസ് ചെയ്യും. നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും എഫക്റ്റീവായി പഠിക്കുക. വർക്ക് ഷീറ്റ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അതും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. സോ താങ്ക് യു ഓൾ.